ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നല്ല ആരാധനയിൽ നാം കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിൻ്റെ അഭിഷക്തദാസന്മാരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ അഭിഷക്തദാസൻ പാസ്റ്റർ അനൂപ്, പാസ്റ്റർ സിജു, അതുപോലെ തന്നെ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ അനിൽ, അതുപോലെ തന്നെ പാസ്റ്റർ ഡാനിയൽ, പാസ്റ്റർ ജേജ്ദാസ്, ജോണി പാസ്റ്റർ, നിങ്ങളെല്ലാവർക്കും കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാ അഭിഷക്തദാസിമാർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് പകലിൽ ഈ കുന്നംകുളം ദേശത്ത് നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സ്വർഗം സഹായിച്ചുവല്ലോ. എത്ര പേർ സന്തോഷിക്കുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെ ഒരു പ്രാവശ്യം കൂടെ വ്യക്തിപരമായി മിനിസ്ട്രിയുടെ പേരിൽ ഹൃദയപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഓൺലൈനിൽ ഞങ്ങളെ വാച്ച് ചെയ്യുന്ന എല്ലാ ദൈവജനത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങളെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളിതിൻ്റെ അകത്ത് കണ്ടിന്യൂ ചെയ്യുക, കാരണം പരിശുദ്ധ ആത്മാവിനെ നിങ്ങളോട് സംസാരിപ്പാനുണ്ട്. ഹല്ലേലൂയ. നിങ്ങളുടെ കുടുംബത്തോട് സംസാരിപ്പാനുണ്ട്. ഇന്ന് പകലിൽ എത്ര പേർ വിശ്വസിക്കുന്നു ദൈവം എന്നോട് സംസാരിപ്പാൻ പോകുന്നുവെന്ന്? ഹല്ലേലൂയ. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ നിങ്ങളുടെ വിശ്വാസത്തെ ആക്ടിവേറ്റ് ചെയ്യാം. നിങ്ങളുടെ ശരീര ഭാഷയിൽ, നിങ്ങളുടെ വാക്കുകളിലൂടെ നിങ്ങൾ കർത്താവിനെ നിങ്ങൾക്ക് എപ്രകാരം പരിശുദ്ധ ആത്മാവ് ഇൻസ്പിറേഷൻ നൽകി തരുന്നുവോ അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാം. വിശ്വാസത്തെ നിങ്ങൾക്ക് ആക്ടിവേറ്റ് ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് പറയുന്ന അവരുടെ അവിശ്വാസ നിമിത്തം അവന് ഒന്നും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിനെ ഓപ്പോസിറ്റ് ഒരു വേർഡ് നിശ്ചയമായിട്ടുണ്ട്. അവൻ്റെ വിശ്വാസ നിമിത്തം, നിങ്ങളുടെ വിശ്വാസ നിമിത്തം അവൻ അത്ഭുതം ചെയ്തുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അവിശ്വാസം കർത്താവിനെ നാം മടക്കി അയക്കുന്നുവെങ്കിൽ വിശ്വാസം കർത്താവിനെ നമ്മുടെ നടുവിൽ കണ്ടിന്യൂ ചെയ്യിക്കുവാനിടയായി തീരും. ഇന്ന് പകലിൽ നിങ്ങളുടെ വിശ്വാസം കർത്താവിൽ നിന്ന് പുതിയ അത്ഭുതങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ ഉതകുന്നതായി തീരട്ടെ. അവൻ നിങ്ങളുടെ പുറമെയുള്ള ഒരു മോടിയുമല്ല നോക്കുന്നത്. അതിന്റെ അപ്പുറത്ത് നിങ്ങളുടെ അകത്ത് കർത്താവിനോടുള്ള വിശ്വാസം എങ്ങനെ ഇരിക്കുന്നു എന്ന് നോക്കുന്നു. മനുഷ്യൻ പുറമെയുള്ളത് നോക്കുന്നു, എന്നാൽ സ്വർഗത്തിലെ ദൈവം അവൻ അകമയുള്ളത് ഹൃദയത്തെ നോക്കുന്നു. ഇന്ന് പകലിൽ എത്ര പേർ ഹൃദയം തുറന്ന് കർത്താവിൽ വിശ്വസിക്കുവാൻ തയ്യാറുണ്ട്? ഞാൻ ആത്മാവിൽ അടുത്ത ലെവൽ സെൻസ് ചെയ്ത് തുടങ്ങുന്നു. ഇന്ന് പകലിൽ ഇത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പരിശുദ്ധ ആത്മാവിനോടുകൂടെ കോപ്പറേറ്റ് ചെയ്യുക, കണക്ട് ചെയ്യുക. നിങ്ങൾ നിശബ്ദമായിരുന്നാൽ പരിശുദ്ധ ആത്മാവ് നിശബ്ദനായിരിക്കും. നിങ്ങൾ പരിശുദ്ധ ആത്മാവിനോട് സംവദിക്കുവാൻ നിങ്ങൾ ഇടപെടുവാൻ തുടങ്ങിയാൽ പരിശുദ്ധ ആത്മാവ് നിങ്ങളോട് ഇടപെടുവാൻ തുടങ്ങും. ആത്മാവിൽ ഞാൻ കാണുന്നു ചിലതിന്റെ ആത്മീക നിലവാരങ്ങളുടെ ബൗണ്ടറികൾ പരിശുദ്ധ ആത്മാവ് പൊളിച്ചു കളയുന്നു. അടുത്ത ലെവലിലേക്ക് ചിലർ ഷിഫ്റ്റ് ആകുന്നത് ആത്മാവിൽ ഞാൻ കാണുന്നു. വിശ്വസിക്കുന്നവർ പ്രാപിച്ചാട്ടെ. ഈ വചനം, ഈ വാക്കുകൾ നിങ്ങളോടാണ്, നിങ്ങളുടെ കുടുംബത്തോടാണ് എന്ന്, നിങ്ങളുടെ ശുശ്രൂഷയോടാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ നിങ്ങൾ അതിനെ ചാടി പിടിച്ചോളണം. വിശ്വാസത്താൽ ഞാനതിനെ സ്വീകരിക്കുന്നെന്ന് പറഞ്ഞോളണം. ഞാൻ ഈ അന്യഭാഷ പറഞ്ഞു കൊണ്ട് നിൽക്കുമ്പോൾ ആത്മാവിനൊരു പക്ഷിയുടെ ചിറകിനെ കാണിക്കുന്നു.
ആ ചിറകുകളിൽ, ആ ഇടതുഭാഗത്തുള്ള ചിറവിൽ ഭയങ്കര മുറിവുകൾ പരിശുദ്ധി ആത്മാവിനെ കാണിക്കുന്നു. ഇതിൻ്റെ അകത്തൊരു ദൂതുണ്ട്. ഇടതുഭാഗത്ത് ചിറകിൽ ഭയങ്കര മുറിവുകൾ കാണിക്കുന്നു. പരിശുദ്ധി ആത്മാവിനോട് പറയുന്നു, ആ ഒരു സൈഡിൽ ഭയങ്കര മുറിവുകൾ സംഭവിക്കുന്ന വാർത്തകൾ കേൾക്കുവാൻ പോകുന്നു. ഞാൻ അവിടം കൊണ്ട് ആ ഭാഗത്തെ നിർത്തുകയാണ്. എനിക്ക് കൃത്യമായി പരിശുദ്ധി ആത്മാവ് എന്ത് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എനിക്കറിയാം. ഒരു പക്ഷിയുടെ ചിറക്, അതിൻ്റെ ഇടതുഭാഗത്ത് ഭയങ്കര മുറിവുകൾ കാണുന്നു. ഇന്ന് പകലിൽ ആത്മാവ് ദേശത്തോട് പ്രവചിക്കുന്നു, മലയാള കരയോട് പ്രവചിക്കുന്നു. ഇടതുഭാഗത്ത് ഭയങ്കര മുറിവുകൾ സംഭവിക്കുന്നു. ഞാൻ കാണുന്നു ദൂതന്മാരുടെ ഒരു കൂട്ടം. ദൂതന്മാരുടെ ഒരു കൂട്ടം ഇറങ്ങി വന്ന് എന്തൊക്കെയോ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് പോലെ എന്തൊക്കെയോ ചില ചലനങ്ങൾ നടക്കുന്നത് ആത്മാവിനെ കാണിക്കുന്നു. പരിശുദ്ധി ആത്മാവ് പറയുന്നു, ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഇടതുഭാഗത്ത് സംഭവിക്കുന്നത് ആത്മാവിനെ കാണിക്കുന്നു. ചിലരുടെ തലമുറകളുടെ മേൽ അത്ഭുതങ്ങൾ തുറക്കുവാൻ പോകുന്നു. നിങ്ങൾ വിശ്വസിക്കുക, പുറകിൽ നിങ്ങൾ വിശ്വസിക്കുക. തലമുറകളുടെ മേൽ അത്ഭുതങ്ങൾ തുറന്നു വരുവാൻ തുടങ്ങുന്നു. ഇന്ന് പകലിൽ പരിശുദ്ധി ആത്മാവ് എന്നോട് പറയുന്നു, തലമുറകളുടെ മേൽ അത്ഭുതങ്ങൾ തുറന്നു വരുന്നു. നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ അസാധാരണമായ അഭിഷക്തന് പാസ്റ്റർ ജോണി പരിശുദ്ധി ആത്മാവ് പറയുന്നു, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ആത്മാവ് പറയുന്നു, ജൂലൈയിലേക്ക് നീ എത്തുമ്പോൾ നിന്റെ കുടുംബത്തിൽ നിന്റെ തലമുറയ്ക്ക് വേണ്ടി അസാധാരണമായ ഒരു ഡോർ ഓപ്പൺ ആകുന്നു. ഇതൊരു പ്രൊഫറ്റിക് ഹീലിംഗ് സർവീസാണ്. ഇതിൻ്റെ അകത്ത് ശുശ്രൂഷിച്ച് കൊണ്ട് നിൽക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യമാകും. ഒരു സ്പെഷ്യൽ ടൈം ഇതിൻ്റെ അകത്ത് വാർത്തിരിക്കേണ്ട ആവശ്യമില്ല. വിശ്വസിക്കുന്നുവെങ്കിൽ അത് നിങ്ങളുടെ മേൽ സംഭവിക്കും. അത് ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ വന്ന് തൻ്റെ ബാല്യക്കാരന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ സമയത്ത് ശതാധിപന്റെ ബാല്യക്കാരൻ സൗഖ്യമായി. അങ്ങനെയെങ്കിൽ നിങ്ങൾ വിശ്വാസം ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ നിങ്ങളുടെ തലമുറയുടെ മേൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ നിങ്ങൾ കാത്തിരിക്കുന്ന വിഷയത്തിന്റെ മേൽ പരിശുദ്ധി ആത്മാവിനെ ചിലതിനെ ആക്ടിവേറ്റ് ചെയ്ത് തരുവാൻ കഴിയും. പ്രൊഫറ്റിക്കലി മൂവ് ചെയ്യാൻ പരിശുദ്ധി ആത്മാവ് നിയോഗങ്ങൾ തരുന്നുവെങ്കിലും ഞാൻ ദൈവത്തിന്റെ വചനത്തിലൂടെ നിങ്ങളോട് പ്രവചിപ്പാൻ ആഗ്രഹിക്കുന്നു. ഈ വചനം തന്നെ ഒരു പ്രവചനമാണെന്ന് എനിക്കറിയാം. ഇന്ന് പകലിൽ ആ വചനം പറയുമ്പോൾ അത് എന്നോടുള്ള പ്രവചനമാണെന്ന് പറഞ്ഞ് കരമടിക്കേണ്ടവർക്ക് കരമടിക്കാം, എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കേണ്ടവർക്ക് അതിനെ സ്വീകരിക്കാം. ഇന്ന് പകലിൽ ഓൺലൈനിൽ എന്നെ വാച്ച് ചെയ്യുന്നവരെ, നിങ്ങളായിരിക്കുന്ന ഇടത്ത്, നിങ്ങളുടെ ഭവനത്തിന്റെ അകത്ത്, നിങ്ങളുടെ വാഹനത്തിന്റെ അകത്ത്, wherever you are, നിങ്ങളായിരിക്കുന്ന ഇടത്ത് അസാധാരണമായ ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. Oh Jesus, thank you Master, thank you Holy Spirit, thank you Holy Spirit, thank you for being with us. Hallelujah. ഒരു പ്രാവശ്യം കൂടെ എല്ലാവരെയും ക്രിസ്തു യേശുവിൽ വന്ദനത്തെ അറിയിക്കുന്നു. പരിശുദ്ധ ആത്മാവ് ഇന്ന് പകലിൽ നിങ്ങളോട് സംസാരിപ്പാൻ, ദേശത്തോട് സംസാരിപ്പാൻ, ഇതിൻ്റെ അകത്ത് വന്ന ജനത്തോട് സംസാരിപ്പാൻ, എന്നോട് സംസാരിപ്പാൻ, അഭിഷക്തന്മാരോട് സംസാരിപ്പാൻ, പട്ടണത്തോട് സംസാരിപ്പാൻ സ്വർഗം എൻ്റെ കരങ്ങളിൽ നൽകി തന്ന ആലോചനയെ പങ്കുവയ്പ്പാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ സന്തോഷമുണ്ട്?
ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? നിങ്ങൾ എന്നോട് കൂടെ ഒന്ന് ഏറ്റു പറഞ്ഞാട്ടെ, വചനം ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ആദരങ്ങൾ തുറന്ന് പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ വചനം ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിന് എന്നിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. നിങ്ങളുടെ ആദരങ്ങൾ തുറന്ന് പറഞ്ഞാട്ടെ, ദൈവത്തിൻ്റെ വചനത്തിന് എന്നിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ വചനത്തിന് എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. നിങ്ങളുടെ ആദരങ്ങൾ തുറന്ന് എന്നോടുകൂടെ പറഞ്ഞാട്ടെ, നിങ്ങൾ ഇങ്ങനെ വചനത്തോട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ വചനം നിങ്ങളെ ഹല്ലേലൂയ, ഞാൻ എൻ്റെ ഭാഷയിൽ പറയാണ്, കയറി പിടിക്കുവാൻ തുടങ്ങും. നിങ്ങളെ കൺസ്യൂം ചെയ്യാൻ തുടങ്ങും. ഇന്ന് ഒരു തീ, അത് തീ ആളി പടരുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുന്നവന്റെ മേൽ അത് ആളി പടരുവാൻ പോകുകയാണ്. Oh Jesus. Oh Jesus. Praise the Lord. ഇതിൻ്റെ അകത്തൊരു പ്രൊഫറ്റിക്കൽ മാന്റൽ മൂവ് ചെയ്യുന്നുണ്ട്. എന്നോട് കൂടെ നിങ്ങൾ ചലിക്കുക, എന്നോട് കൂടെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക. പരിശുദ്ധ ആത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 62 മുതൽ, ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 62 മുതൽ അതിൻ്റെ 66 വരെയുള്ള വാക്യങ്ങൾ. മൈക്രോഫോണിലൂടെ പിന്നെ അവന് എന്ത് പേർ വിളിപ്പാൻ വിചാരിക്കുന്നു എന്ന് അപ്പനോട് ആംഗ്യം കാട്ടി ചോദിച്ചു. അവൻ ഒരു എഴുത്തുപലക ചോദിച്ചു. അവൻ്റെ പേർ യോഹന്നാൻ എന്ന് എഴുതി. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഉടനെ അവൻ്റെ വായും നാവും തുറന്നു. അവൻ സംസാരിച്ചു, ദൈവത്തെ സ്തുതിച്ചു. ചുറ്റും പാർക്കുന്നവർക്ക് എല്ലാം ഭയമുണ്ടായി. യഹൂദ്യ മലനാട്ടിൽ എങ്ങും ഈ വാർത്ത ഒക്കെയും പരന്നു. കേട്ടവർ എല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്ത് ആകുമെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർ ഈ വചനം മുൻപ് വായിച്ചിട്ടുണ്ട്? ഹല്ലേലൂയ. നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി. എനിക്കറിയാം എല്ലാവരും വായിച്ചിട്ടുണ്ട്. എങ്കിലും നിങ്ങളുടെ അറ്റൻഷനെ ഒന്ന് പിടിച്ചടക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. ഹല്ലേലൂയ. പ്രൈസ് ജീസസ്. ഇതിൻ്റെ 66-ാം വാക്യമാണ് പരിശുദ്ധ ആത്മാവ് എൻ്റെ അകത്ത് ഇന്ന് പകലിൽ പ്രവചന ശബ്ദമായി നൽകി തന്നത്. What kind of child will this be? ഈ പൈതൽ എന്ത് ആകും എന്ന് പറഞ്ഞു. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ഓൺലൈനിൽ ഞങ്ങൾ വാച്ച് ചെയ്യുന്നവർ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ ചലനങ്ങൾ നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ മേൽ പകരപ്പെടുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഈ ദൈവത്തിൻ്റെ വചനം നമുക്കറിയാം. ഈ ചരിത്ര പശ്ചാത്തലമെല്ലാം നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പുരോഹിതനായ സഖറിയാവിനെയും എലിസബത്തിനെയും ദൈവം വാർദ്ധക്യത്തിൽ നൽകിക്കൊടുത്ത ഒരു കുഞ്ഞിന്റെ ഡെഡിക്കേഷൻ സമയത്തുള്ള ചില ഭാഗമാണ് നാം വായിച്ചു കേട്ടത്. സഖറിയ പുരോഹിതന്റെയും എലിസബത്തിനെയും ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷം, പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവം നൽകിക്കൊടുത്ത കുഞ്ഞിന്റെ ഡെഡിക്കേഷൻ ദിനത്തിൽ ആ യഹൂദ മലനാട്ടിൽ എങ്ങും പാർക്കുന്ന അവരുടെ പരിസരവാസികളും അവരുടെ ബന്ധുജനങ്ങളും അവരെ നന്നായി അറിയുന്നവരും അറിയാത്തവരും അവരെ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും അവരെ പുച്ഛിക്കുന്നവരും അവരെ സ്വീകരിക്കുന്നവരുമായ വലിയൊരു കൂട്ടം അവിടെ നിന്നുകൊണ്ട് അവർക്ക് ദൈവം കൊടുത്ത കുഞ്ഞിനെ നോക്കി പറഞ്ഞു, ഇവൻ എന്താകും? ഇവന്റെ ഭാവി എന്താകും? ഞാൻ അതിന് ഒരു നെഗറ്റീവ്,
ഒരു വളരെ ആശ്ചര്യമായ ഒരു ധാരണയിലാണ് ഇവിടെ ഈ ജനം ഇതിന്റെ അകത്ത് പറഞ്ഞതെങ്കിലും ഇതിന്റെ അകത്തൊരു ചോദ്യചിഹ്നമുണ്ട്. ഇവൻ എന്താകും? ഇവൻ നശിക്കുമോ? ഇവൻ നിലനിൽക്കുമോ? ഇവൻ പണിയപ്പെടുമോ? ഇവൻ പകരുമോ? എന്നെ ഈ വചനം പരിശുദ്ധ ആത്മാവ് നൽകി തന്നപ്പോൾ എന്റെ അകത്ത് നൽകി തന്ന ആ ചിന്ത എന്ന് പറയുന്നത്, the people may have numerous idea about your life. ജനത്തിന് നിന്നെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ച്, നിന്റെ ഭവനത്തെ കുറിച്ച്, നിന്റെ ശുശ്രൂഷയെ കുറിച്ച് വ്യത്യസ്തമായ ധാരാളം ഐഡിയകൾ, ചിന്തകൾ, ധാരണകൾ ഉണ്ടാകാം. ഇന്ന് പകലിൽ അങ്ങനെയുള്ള പല ധാരണകളുടെ നടുവിൽ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നവരായിരിക്കാം നിങ്ങൾ. നീ ഒരു ചോദ്യ ചിഹ്നം പോലെ നിന്നെ തുറിച്ചു നോക്കുന്ന കണ്ണുകളുടെ മധ്യത്തിൽ നടുവിൽ നിൽക്കുന്ന വ്യക്തി ആയിരിക്കാം. ഞാൻ പ്രവചിക്കുന്നു, നിങ്ങൾ ഇങ്ങനെയുള്ള തലത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിൽ ഇന്നത്തെ പ്രസംഗം, ഇറ്റ്സ് നോട്ട് പ്രസംഗം, ഇറ്റ്സ് നോട്ട് പ്രീച്ചിങ്, ഇറ്റ് ഈസ് എ പ്രൊഫറ്റിക്കൽ മെസ്സേജ്. ഓ ഹല്ലേലൂയ! ഇതൊരു പ്രവചന ശബ്ദമാണ്. നിനക്കെതിരെ നിരവധി ചോദ്യങ്ങൾ പടച്ചു വിടുന്നവരുടെ മുൻപിൽ ദൈവം നിനക്ക് വേണ്ടി ചലിക്കുവാൻ തുടങ്ങുന്നു. നിന്റെ വീഴ്ച കാണുവാൻ ആഗ്രഹിക്കുന്നവരുടെ മധ്യത്തിൽ, നിന്റെ തളർച്ച കാണുവാൻ ആഗ്രഹിക്കുന്നവരുടെ മധ്യത്തിൽ, നിന്റെ നാശം കാണുവാൻ ആഗ്രഹിക്കുന്നവരുടെ മുൻപിൽ ആരോടോ ആത്മാവ് പ്രവചിച്ചു തുടങ്ങുന്നു. ഇന്ന് പകലിൽ അങ്ങനെ സമാനമായ സാഹചര്യങ്ങളിൽ ഇതിന്റെ അകത്ത് ആരെങ്കിലും ഒരു വ്യക്തി ഇരിക്കുന്നുവെങ്കിൽ ഇന്ന് ആ വ്യക്തിയുടെ മേൽ, അവന്റെ വിഷയത്തിന്റെ മേൽ ദൈവം അത്ഭുതം ചെയ്ത് അവനെ മടക്കി അയക്കത്തുള്ളൂ. ചോദ്യങ്ങളുടെ നടുവിൽ മടുത്തു നിൽക്കുന്ന അഭിഷക്തനെ, ചോദ്യങ്ങളുടെ നടുവിൽ മടുത്തു നിൽക്കുന്ന ദൈവജനമേ, നിന്റെ ചോദ്യങ്ങൾ കർത്താവ് ആശ്ചര്യമായ രീതിയിൽ മൂവിക്കുവാൻ പോവുകയാണ്. ആത്മാവ് പറയുന്നു, നിന്റെ മേലുള്ള ചോദ്യങ്ങൾ കർത്താവ് ഒരു ആശ്ചര്യമാക്കി തീർക്കും. എന്റെ ശരീരത്തിൽ എനിക്ക് പരിശുദ്ധ ആത്മാവിന്റെ അസാധാരണമായ ഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും. നീ തകരണ്ട. ഓവ് ചാലിലൂടെ ഒലിച്ചു പോകുന്ന മാലിന്യം പോലെ നിന്റെ ബന്ധുക്കൾ, നിന്റെ മിത്രങ്ങൾ, നിന്റെ ചുറ്റുപാടുമുള്ളവർ നിന്നെ സമാനമായ രീതിയിൽ നോക്കിക്കാണുമ്പോൾ പരിശുദ്ധ ആത്മാവ് പറയുന്നു, നിന്നെ ഒരു സുഗന്ധമായി, നിന്റെ ഭവനത്തെ ഒരു സുഗന്ധമായി ഞാൻ പുറത്തെടുക്കും. വിശ്വസിക്കുക, നിങ്ങളുടെ മേലൊരു സുഗന്ധം, അസാധാരണമായ സുഗന്ധം. ഇന്നലെ വരെ നീ ആരായിരുന്നു എന്നുള്ളതല്ല, ഇന്നലെ വരെ നിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളതല്ല, നിന്റെ മേൽ ദൈവത്തിന്റെ അസാധാരണമായ ഒരു പെർഫ്യൂം ഓപ്പൺ ആയി കഴിഞ്ഞിരിക്കുന്നു. ശിമയോൻ, കുഷ്ഠരോഗിയായ ശിമയോന്റെ വീട്ടിൽ മറ്റൊരു സാധ്യതയുമില്ല, നാറുന്ന സ്മെല്ലിനെ സാധ്യതയുള്ളൂ. കാരണം കുഷ്ഠരോഗിയാണ്.
ഹല്ലേലൂയ. പക്ഷേ അന്ന് പകലിൽ യേശു കുഷ്ഠരോഗിയായ ബഥാനിയിലെ ശീമോന്റെ വീട്ടിൽ കടന്നു വന്നത് മുഖാന്തരം ആ വീട്ടിൽ ഒരുവൾ കടന്നു വന്ന് ജഡമാംസി തൈലം ഉടച്ചു. ആ സുഗന്ധത്തിന്റെ നിറവ് ആ ഭവനത്തിൽ എങ്ങും നിറഞ്ഞു. ഇന്ന് പകലിൽ ആരോടോ പ്രവചിക്കുന്നു, നിന്റെ ദുർഗന്ധം മാറ്റി, നിന്റെ തലമുറയുടെ മേലുള്ള ദുർഗന്ധം മാറ്റി ഒരു സുഗന്ധം നിന്റെ കുടുംബത്തിന്റെ മേലുള്ള, നിന്റെ ഭാവിയുടെ മേലുള്ള, നിന്റെ ശുശ്രൂഷയിലുള്ള ദുർഗന്ധത്തെ മാറ്റി ഒരു സുഗന്ധം, ഒരു സുഗന്ധം. ഓ, പരിശുദ്ധ ആത്മാവിനോട് പറയുന്നു, ഹല്ലേലൂയ, ഒരു സുഗന്ധത്തിലേക്ക് ആരൊക്കെയോ കർത്താവ് കരം പിടിച്ച് കയറ്റുവാൻ പോകുന്നു. ഓ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത് നിങ്ങൾ നോക്കിയിരിക്കരുത്. ദൈവത്തിന്റെ വചനം ഓൾറെഡി നിങ്ങളുടെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞു. പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ അടുക്കിലേക്ക് വന്നു കഴിഞ്ഞു. നിങ്ങൾ അതൊന്ന് കോപ്പറേറ്റ് ചെയ്താൽ മതി, ഏറ്റെടുത്താൽ മതി. ഒരു ഭയങ്കര സുഗന്ധം, ലിറ്ററലി ഇതിന്റെ അകത്ത് ഒരു സുഗന്ധത്തെ ഞാൻ ആത്മാവിൽ ഓപ്പൺ ചെയ്യുന്നു. ഫയർ, യേശുവിന്റെ നാമത്തിൽ ഈ ജനത്തിന്റെ മേൽ അങ്ങനെ സംഭവിക്കട്ടെ. ജനത്തിന് നിങ്ങളെക്കുറിച്ച് ന്യൂമറസ് ആയിട്ടുള്ള ധാരാളം ഐഡിയകൾ, ചിന്തകൾ ഉണ്ടായിരിക്കും. ഈ കുഞ്ഞിനെ കുറിച്ച് പറയുകയാണ്, ഇവൻ എന്താകും. അങ്ങനെ പറയാൻ അവിടെ ചില സെർട്ടൻ ഇൻസിഡന്റുകൾ സംഭവിച്ചിരുന്നു. ഒത്തിരി കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറയാനുണ്ട്. പക്ഷെ സമയത്തിൻ്റെ അകത്ത് എനിക്ക് നിർത്തേണ്ടത് ഉള്ളത് കൊണ്ട് തന്നെ വേഗത്തിൽ മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ ആത്മാവ് എനിക്ക് തന്ന പ്രൊഫറ്റിക്കൽ ആ ടൈറ്റിലുകൾ നിങ്ങളുടെ കരങ്ങളിലേക്ക് എടുത്തിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ജനം ഇങ്ങനെ പറയുവാൻ കാരണം ഇന്നലകളിൽ അവർ കണ്ട ചില പ്രത്യേക അനുഭവങ്ങളായിരുന്നു അവരെ കൊണ്ട് അത് പറയിച്ചത്. ഇന്നലെയുടെ ചരിത്രം നിന്റെ മേൽ വീണതിനെ തിരുത്തി എഴുതി ഒരു പുതിയ ചരിത്രം ദൈവത്തിന്റെ ആത്മാവിനെ എഴുതി തീർക്കുവാൻ കഴിയുമെന്ന് അഭിഷക്തനെ വിശ്വസിച്ചോ? ദൈവജനമേ വിശ്വസിച്ചോ? ജനം സാഹചര്യം നോക്കി നിന്നെ കുറിച്ച് പലതും പറയും. ഇന്ന് പകലിൽ ഞാൻ പറയട്ടെ, നിന്റെ ചുറ്റുമുള്ളവർ സാഹചര്യം നോക്കി എന്നെയും നിന്നെയും കുറിച്ച് പറയുമ്പോൾ നീ വിശ്വസിക്കണം, ഞാൻ അതിനെയല്ല വിശ്വസിക്കുന്നത്. ദൈവത്തിന്റെ വചനം എന്നെ കുറിച്ച് എന്ത് പറയുന്നു? നിന്റെ അയൽവാസി പറയുന്നതല്ല, നിന്നോട് ഇഷ്ടമില്ലാത്തവൻ പറയുന്നതല്ല നീ. പകരം ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ വചനം നിന്നോട് പറയുന്നതാണ് നീ. നിന്റെ കുടുംബം, നിന്റെ തലമുറ, നിന്റെ ശുശ്രൂഷ, നിന്റെ ബിസിനസ്. ഇന്ന് പകലിൽ സാഹചര്യം പറയുന്നതിന് വിശ്വസിച്ച് ഭയപ്പെട്ട് ഇതിന്റെ അകത്ത് ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ ആത്മാവിൽ ഞാൻ പ്രവചിക്കുകയാണ്, നീ ഭയപ്പെടേണ്ട. പുതിയത് ഒന്ന് നിന്റെ മേൽ തുറന്നു തരും. പുതിയത് ഒന്ന്. ഓ, യിരെമ്യാവ് 18 പറയുന്നു. യിരെമ്യാവിനെ അവൻ കുശവന്റെ ഭവനത്തിലേക്ക് അയച്ചു. എന്നിട്ട് കുശവന്റെ ഭവനത്തിൽ നിന്ന് യിരെമ്യാവിനെ ചിലത് പഠിപ്പിച്ചു കൊടുത്തു. പരിശുദ്ധ ആത്മാവ് പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ ചീത്തയായി പോയത്, തകർന്നു പോയത്, ഒരു പുതിയ പണി ചെയ്ത് മാനപാത്രമായി ഇതാ നിന്റെ ഭവനത്തിന്റെ അകത്ത് ചിലതിന് ദൈവം പുറത്തു കൊണ്ടുവരുവാൻ പോകുന്നു.
ചീത്തയായി പോയത് ഇന്ന് പകലിൽ ചീത്തയായി പോയി എന്ന് ചിന്തിക്കുന്ന, ഞാൻ വിചാരിച്ചതുപോലെ സംഭവിച്ചില്ല എന്ന് ചിന്തിക്കുന്ന വിഷയങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ മേലുണ്ടെങ്കിൽ ആത്മാവിനോട് പറയുന്നു, ആ ചീത്തയായതിന്റെ മേൽ ഒരു പുതിയ പണി പരിശുദ്ധ ആത്മാവ് തുറക്കുവാൻ പോകുകയാണ്. ഒരു പുതിയ മാന്യത, ഒരു പുതിയ പണി പരിശുദ്ധ ആത്മാവ് തുറക്കുവാൻ പോകുകയാണ്. റാം സഗരബറോ പ്രൈസ് ജീസസ്. ഈ വചനം എന്നെ ഒത്തിരി എൻകറേജ് ചെയ്ത വചനമാണ്. ഈ പൈതൽ എന്താക്കും? ഇന്ന് പകലിൽ അങ്ങനെയുള്ള സമാനമായ ചോദ്യചിഹ്നങ്ങളുടെ നടുവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ, കർത്താവിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെടുവാൻ പോകുകയാണ്. സാഹചര്യമാണ് ഇവരെ കൊണ്ട് പറയിച്ചത്. ഈ കുഞ്ഞിനെ ഇവർക്ക് ലഭിക്കും എന്ന് പറഞ്ഞ നിമിഷം ഈ കുഞ്ഞിന്റെ പിതാവിന്റെ ശബ്ദം നഷ്ടപ്പെട്ടു. ശുശ്രൂഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ശബ്ദം. അവൻ സൈലന്റ് ആയിപ്പോയി. പെടുന്നനെ അതിവിശുദ്ധ സ്ഥലത്ത് കയറി ശുശ്രൂഷിച്ച സക്കറിയാവ് പെട്ടെന്ന് ഒരു സൈലന്റ് പീരീഡിലേക്ക് മൂവായി. ഹല്ലേലൂയ. ഈ പൈതലിനെ ലഭിക്കും എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആദ്യ ചുവട് അവരുടെ കുടുംബത്തിൽ എലിസബത്തിൽ സംഭവിച്ചപ്പോൾ എലിസബത്ത് 5 മാസം ഒളിച്ചു പാർത്തു. അപ്പോൾ ഞാൻ ചിന്തിച്ചപ്പോൾ ജനം നോക്കുമ്പോൾ സക്കറിയാവാണെങ്കിൽ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയാതെ സൈലന്റ് ആയി പോയി കിടക്കുന്നു. തനിക്ക് സംഭവിച്ചത് എന്താണെന്ന് ജനത്തെ ബോധ്യപ്പെടുത്തുവാനുള്ള കൽപ്പില്ലാതെ ആയിരിക്കുന്നു. ഹല്ലേലൂയ. ഭാര്യയാണെങ്കിൽ അവൾ ഒളിച്ചു പാർക്കുകയാണ്. ഞാൻ ഒരു ഭാവനയിൽ ഇന്നലെ രാത്രി ഇന്ന് രാവിലെ ഞാൻ കണ്ടത്, സെക്രയാവിന്റെ അടുത്ത് അയൽവാസികൾ വന്നിട്ട് എന്റെ എലിസബത്ത്. സെക്രയാവ് എന്ത് പറഞ്ഞു കാണും? നോക്ക, ഭയങ്കര ആശയക്കുഴപ്പം ചുറ്റും പാർക്കുന്ന ജനത്തിന്റെ അകത്ത് അടിച്ചു കയറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിനോട് പറയുന്നത്, നീ ഒരു സൈലന്റ് പീരീഡിലേക്ക്, ഒരു സൈലന്റ് ടൈമിലേക്ക് പോകുവാൻ ദൈവം അനുവദിക്കുന്നുവെങ്കിൽ ദൈവത്തിന് അതിന്റെ പുറകിൽ കൃത്യമായ ഒരു ദൈവിക പദ്ധതി നിന്റെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ, നിന്റെ ശുശ്രൂഷയുടെ മേൽ, നിന്റെ ബിസിനസിന്റെ മേൽ, നിന്റെ തലമുറയുടെ മേൽ ദൈവത്തിന് കൃത്യമായിട്ടുണ്ട്. സൈലന്റ് പീരീഡിൽ ചുറ്റുമുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള കമാൻഡുകൾ പാസ്സാക്കും. നിന്നെ കുറിച്ച് നിന്റെ ചുറ്റുമുള്ളവർ എന്തും പറയട്ടെ, അവർ പറയുന്നതല്ല, നീ, നിന്റെ കുടുംബം, നിന്റെ ശുശ്രൂഷ, അതിനപ്പുറത്ത് ദൈവം നിന്റെ മേൽ പകർന്ന ആ ശക്തമായ വാഗ്ദത്തമാണ്. ഓ റാം ഥലാരാരാബ. നീ സൈലൻസിലൂടെ കടന്നു പോകുമ്പോൾ നീ വിഷമിക്കരുത്, നീ തകരരുത്, നീ ഭാരപ്പെടരുത്, നീ ഇട്ടേച്ചു പോകരുത്. പകരം ആ സൈലൻസിന്റെ അകത്തു നിന്ന് അതിശക്തമായി മറുപടിയെ തന്ന് നിന്നെ പുറത്ത് കൊണ്ടുവരുന്ന ഒരു ദൈവം ഉണ്ട്. സൈലൻസ് പീരീഡിൽ
ജനം പലതും പറഞ്ഞു കാണും. എന്നാ ജനം പറയുന്നതല്ല, നിന്നെ കുറിച്ച് ദൈവത്തിന് കൃത്യമായ ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ആരെങ്കിലും സൈലൻസ് പീരീഡ്, കർത്താവിന്റെ ദാസൻ പറഞ്ഞു മറുപടിയില്ലാത്ത സമയം, ചില മറുപടിയില്ലാത്ത സൈലൻസ് പീരീഡ് നിന്റെ ജീവിതത്തിൽ വരുന്നുവെങ്കിൽ, എത്ര പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാത്ത, എത്ര ഉപവസിച്ചിട്ടും എത്ര കാത്തിരുന്നിട്ടും മറുപടിയില്ലാത്ത വിഷയങ്ങൾ കടന്നു വരുന്നുവെങ്കിൽ, തലങ്ങളിലൂടെ നീ കടന്നു പോകുന്നെങ്കിൽ, ഇന്ന് പകലിൽ പരിശുദ്ധ ആത്മാവ് നിന്നെ ശക്തിപ്പെടുത്തുകയാണ്. ഈ സൈലൻസ് നിന്നെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുവാൻ വേണ്ടി ദൈവം ഒരുക്കിയ ഒരു സമയമാണ്. ഒരു സ്പെഷ്യൽ സമയമാണ്. ഈ സൈലൻസ് പീരീഡിൽ നീ ദൈവത്തോട് കൂടെ ചേർന്ന് നിൽക്കുന്നു എങ്കിൽ നീ മോർ ആക്റ്റീവ്, മോർ പവർഫുൾ, മോർ യൂസ്ഫുൾ ഫോർ കിങ്ഡം ഓഫ് ഗോഡ്. Hallelujah. സൈലൻസ് ഇതൊരു ഷോർട്ട് പീരീഡ് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. യേശുവിനെ ക്രൂശിച്ച് കല്ലറയിൽ അവനെ അടക്കം ചെയ്ത് റോമൻ ഗവൺമെന്റ് ഇംപീരിയൽ മുദ്ര കൊണ്ട് മുദ്ര ചെയ്ത് റോമൻ പടയാളികൾ ശക്തന്മാരായവരെ കാവൽ നിർത്തി. എന്നാൽ ആ സൈലൻസിനെ ബ്രേക്ക് ചെയ്ത് സ്വർഗത്തിൽ നിന്ന് വിശുദ്ധ ദൂതന്മാർ ഇറങ്ങി ആ കല്ലറയെ മൂടി വെച്ച ആ മൂടിയെ ഉരുട്ടി മാറ്റി കളഞ്ഞ് എന്നേക്കും സൈലൻസ് ആയി പോകുമെന്ന് പറഞ്ഞ കർത്താവ് മോർ പവർഫുള്ളായി അവൻ പുറത്തു വരുവാൻ തുടങ്ങി. അവൻ ജനത്തോട് സംസാരിക്കുവാൻ തുടങ്ങി. ആരോടോ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, നീ സൈലൻസ് ആയത് നശിക്കുവാനല്ല, പകരം നീ അടുത്ത ലെവലിലേക്ക് ആക്ടിവേറ്റ് ആകുവാൻ പ്രാപിച്ചോ ഒരു പുതിയ അഭിഷേകത്തിന്റെ തീ. ആത്മാവ് പറയുന്നു, നിന്നെ പിശാച് സൈലൻസ് ചെയ്യാൻ നോക്കി. പക്ഷേ ആത്മാവിനോട് പറയുന്നു, ആ സൈലൻസ് ചെയ്ത കാലുകളെ തട്ടിമാറ്റി അതിശക്തിയോടുകൂടെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് നിന്റെ മേൽ കൃത്യമായ പദ്ധതിയുണ്ട്. ഈ ദിവസങ്ങളിൽ നീ അവൻ്റെ പാദപീഠത്തിൽ വീണ് കിടന്നാൽ നിന്റെ രൂപത്തെ മാറ്റി, നിന്റെ ജീവിതത്തെ മാറ്റി, ഒരു പുതിയ മേലാട നിന്റെ മേൽ പകർന്ന് നിന്നെ അടുത്ത നിലവാരത്തിലേക്ക് പരിശുദ്ധ ആത്മാവ് ഉപയോഗിക്കും. ഇതൊരു പകർച്ചയുടെ ദിനമാണ്. ഇതൊരു പകർച്ചയുടെ ദിനം. ആ പകർച്ച നിന്റെ മേലുണ്ട്. സൈലൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ സ്തുതിക്കുക എന്ന് പറയുമ്പോൾ സ്തുതിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾ സൈലന്റ് ആയിരിക്കും. എന്നാൽ നമുക്കൊരു 10 മിനിറ്റ് സൈലന്റ് ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ കാണാം സൈലൻസിന്റെ പവർ. നിങ്ങൾ ഇറിറ്റേറ്റ് ആവാൻ തുടങ്ങും, നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, ചില സമയങ്ങളിൽ പരിശുദ്ധ ആത്മാവ് ഒരു സൈലൻസ് പീരീഡ് നിങ്ങളുടെ അകത്തേക്ക് നൽകി തരും. ഈ സഖര്യാവ് അവൻ നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, അവൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. ഹല്ലേലൂയ. എന്നിട്ട് പോലും അവനെ ഭയങ്കരമായ ഒരു സൈലന്റ് പീരീഡിലേക്ക്, മറുപടിയില്ലാത്ത പീരീഡിലേക്ക് അവനെ കടത്തിവിട്ടു. അതിന് കാരണം അവൻ ആ അബിയാക്കൂറിൻ്റെ ക്രമപ്രകാരമുള്ള ആ നറുക്ക് അവൻ്റെ മേൽ വന്നു വീണപ്പോൾ അവൻ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി വന്നപ്പോൾ ദൂതൻ പ്രത്യക്ഷനായി പറഞ്ഞു, സഖര്യാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് സഖര്യാവ് പ്ലാറ്റ്ഫോമിൽ ശുശ്രൂഷിക്കുന്നവൻ മാത്രമല്ല, പ്രാർത്ഥിക്കുന്നവനും കൂടിയായിരുന്നു. പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കട്ടെ. പ്രവർത്തിക്കുന്ന ശുശ്രൂഷകന്മാരെക്കാൾ പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകന്മാർ, പ്രാർത്ഥനാ വീരന്മാർ നിന്റെ അകത്ത് പ്രാർത്ഥിപ്പാൻ ദൈവം
നിയോഗം തരുന്നു എങ്കിൽ നീ അതിനെ തള്ളിക്കളയരുത്. അതിമഹത്തായ ഒരു കൈമാറ്റമാണ് നിന്റെ മേൽ പകരപ്പെട്ടിരിക്കുന്നത്. പ്രാർത്ഥന അത്ഭുതങ്ങളുടെ കലവറയെ തുറക്കുന്ന താക്കോലാണ്. വിശ്വാസം അതിനെ നിന്നിലേക്ക് എത്തിക്കുന്ന ചാനലാണ്. പ്രാർത്ഥിക്കുന്ന ദൈവജനമേ, കുന്നം കുളത്തെ നേടുവാൻ ഈ ദിവസങ്ങളിൽ റെഡിയാവുക. എന്നെ കേൾക്കുന്ന ഓൺലൈൻ വാച്ച് ചെയ്യുന്ന ദൈവജനമേ, ദൈവം നിന്നെ ആക്കിയ ഇടത്ത് നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയാൽ ചില ചിതമ്പലുകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ ആത്മാവിനെ കൃത്യമായി പറയുന്നു, ദർശനത്തിന്റെ ഒരു പുതിയ ലെവൽ ജനത്തിന്റെ മേൽ തുറന്നു കൊടുക്കും. ഷമാന റാംതലെ ബോഹോസിയാര റാരാബഹാഷി ആതോറോകോ. യേശുവിന്റെ നാമത്തിൽ എല്ലാ അസഹിഷ്ണുയുടെ സ്പിരിറ്റിനെ, അൺക്ലീൻ സ്പിരിറ്റിനെ, അൺയുണൈറ്റഡ് സ്പിരിറ്റിനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അറസ്റ്റ് ചെയ്തു. Be under my feet in the name of Jesus Christ. Labrahasi anta lahaushi anta ramsal koshi anta. ഞാൻ നിങ്ങളുടെ മേൽ പ്രവചിക്കുന്നു, നിന്റെ സൈലന്റ് സ്പിരിറ്റിനെ ബ്രേക്ക് ചെയ്ത് നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരമായി എന്ന് വെളിപ്പെടുന്ന എൻകൗണ്ടറുകൾ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ ദൈവമായി ചെലവഴിക്കുമ്പോൾ സംഭവിക്കുവാൻ പോവുകയാണ്. ആരുടെയൊക്കെയോ കുടുംബത്തിൻ്റെ അകത്ത് അങ്ങനെയുള്ള എൻകൗണ്ടറുകൾ ഇതാ സംഭവിക്കുവാൻ പോകുന്നു. നീ അതിനെ പ്രാപിക്കോ. സഖര്യാവ് നോക്കിയപ്പോ തനിക്ക് സംഭവിച്ചതുപോലും പറയാൻ കെൽപ്പില്ലാത്ത ആധാരം. എലിസബത്ത് നോക്കിയപ്പോ ഒളിച്ചു വാർത്തു. ഞാൻ ചിന്തിച്ചപ്പോ എന്തിനായിരിക്കും ഈ പുള്ളിക്കാരി ഒളിച്ചു വാർത്ത്? എന്തിനായിരിക്കും പാസ്റ്റർ? ചിലപ്പോ ഒരു നാണക്കേടായിരിക്കേ. നമ്മുടെ ഭാഷയിൽ പറയും, പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറയുമ്പോൾ ഒരു ഷെയിം, ആൾക്കാർ കളിയാക്കും, വാർദ്ധക്യത്തിൽ. അത് നമ്മുടെ ഒരു തോട്ടാണ്, പാറ്റേൺ ആണ്. ഞാനിത് ചിന്തിച്ചപ്പോൾ കർത്താവിനോട് പറഞ്ഞു, അവൾ ഒളിച്ചു പാർത്തത് അവളിൽ ദൈവം നിക്ഷേപിച്ചതിനെ അവളിൽ തന്നെ നിലനിർത്തി അതിനെ ഒരു സ്റ്റാൻഡിൽ, അതിനെ അചഞ്ചലമായി ചലിക്കുവാൻ കഴിയാത്ത വിധത്തിൽ, അവളിൽ നിന്ന് മാറിപ്പോകുവാൻ കഴിയാത്ത വിധത്തിൽ അവളിൽ തന്നെ അതിനെ റിസീവ് ചെയ്ത് സ്റ്റേബിൾ ആക്കുകയായിരുന്നു. അല്ലേ? പ്രഗ്നൻസിയുടെ ഒക്കെ ആദ്യ ദിവസങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട് എന്തായിരിക്കും പറഞ്ഞു കൊടുക്കുക? ഓടരുത്, ചാടരുത്, മറിയരുത്, സൂക്ഷിക്കണം. സ്റ്റെബിലിറ്റി നീഡ്. പ്രൈസ് ദി ലോർഡ്. ഇവളുടെ അകത്ത് ദൈവം തുറന്നു കൊടുത്തതിനെ, ഇവരുടെ അകത്ത് തുറന്നു വെച്ചതിനെ അതിനെ സ്റ്റേബിൾ ആക്കുവാൻ, അവളിൽ തന്നെ നിലനിർത്തുവാൻ വേണ്ടി അവളൊന്ന് സെപ്പറേറ്റായി. അപ്പൊ ജനം വിചാരിച്ചു കഴിഞ്ഞു, എലിസബത്ത് കഴിഞ്ഞു, സക്കറിയാവ് കഴിഞ്ഞു, ഇതോടെ ചരിത്രം കഴിഞ്ഞു എന്ന് പറഞ്ഞതിന്റെ അകത്തു നിന്ന് 5-ാം മാസം കഴിഞ്ഞപ്പോൾ അവളിത് പുറത്തു വന്നപ്പോൾ സംഭവിച്ചത് അറിയാമോ? അവളുടെ മേൽ ഇതുവരെ പഴയ നിയമ പുസ്തകത്തിൽ സംഭവിക്കാത്ത ആത്മാവിന്റെ അത്യുഗ്രമായ ഒരു പകർച്ച സംഭവിച്ചു. നിന്റെ അകത്ത് ദൈവം പകർന്നതിന് നീ വാല്യൂ കൊടുക്കുവാൻ തയ്യാറായാൽ നീ ഇതുവരെ അനുഭവിക്കാത്ത ആത്മീക പകർച്ചയുടെ ദിവസങ്ങളിലേക്ക് പരിശുദ്ധ ആത്മാവ് നിന്നെ കൊണ്ടുപോകുക തന്നെ ചെയ്യും. നിങ്ങൾ ചലിക്കുന്നില്ല. നിന്റെ അകത്ത്
ദൈവം വെച്ചതിനെ നീ വാല്യൂ കൊടുത്ത് നീ സെപ്പറേറ്റ് ചെയ്യേണ്ടിടത്ത് നിന്ന് സെപ്പറേറ്റ് ചെയ്ത് നീ ഏകമായിരിക്കേണ്ടിടത്ത് ഏകാന്തമായിരുന്ന് നീ ദൈവത്തോടു കൂടെ വസിച്ചാൽ നിന്റെ അകത്ത് ദൈവം പകർന്നത് ജനം അറിയുന്ന വിധത്തിൽ ഇതാ പുറത്തു വരുവാൻ പോകുന്നു. അത് നിന്നിൽ, അത് നിന്റെ തലമുറയിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ അവൾ അവളുടെ വാക്തത്വത്തെ കവർ ചെയ്ത് പിടിച്ച്. അല്ല എങ്കിൽ പിറ്റേ ദിവസം പോയി കഴിഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള നമ്മുടെ കുന്നങ്ങളും ഭാഷയിൽ പറഞ്ഞാൽ നല്ല സൈസ് സാധനങ്ങളായിരിക്കുന്നേ. അത് വല്ല ഗ്യാസ് കയറിയതാവും, വല്ല മുഴയാകും, അതാകും ഇതാകും ഒക്കെ പറഞ്ഞ് പ്രാപിച്ചത് വരെ നീ പോയി കളഞ്ഞു കുളിക്കും. നീ പ്രാപിച്ചത് കാറ്റുമല്ല, നീ പ്രാപിച്ചത് മുഴയുമല്ല, നീ പ്രാപിച്ചത് ദൈവത്തിന്റെ ആത്മാവിൽ നിന്നാണ്. നിന്നെ കുറിച്ച് നിന്റെ ആരാധന കണ്ട്, നിന്റെ കണ്ണുനീര് കണ്ട്, നീ പ്രാപിച്ചത് കണ്ട്, നിന്റെ പ്രാർത്ഥന കണ്ട് ഇത് പിശാചാണ്, ഇത് ശരിയല്ല എന്നൊക്കെ ആര് പറഞ്ഞാലും ഇന്ന് പകലിൽ ആത്മാവ് പറയുന്നു, ആരൊക്കെയോ അതിനെ പ്രാപിക്കുന്നു. Receive it. നമ്മുടെ ആൾക്കാരാണ്, നമ്മുടെ ദൈവജനമാണ്. അവന്മാര് കാറ്റാന്ന് നമ്മുടെ കാറ്റ് പോകുന്നത് വരെ പറയും. പറയുന്നവർ പറയട്ടെ. നിന്റെ മേൽ ദൈവം പകർന്നതിനെ, നിന്റെ മേൽ ദൈവം പകർന്നതിനെ പുറത്ത് കാണിക്കുന്ന ഒരു സീസൺ നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ പ്രാർത്ഥിച്ച് നിലവിളിച്ച് കരഞ്ഞ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്തു വെച്ചത് ഇതാ വെളിപ്പെടുവാനുള്ള ഒരു സീസൺ എത്തിയിരിക്കുന്നു. കമാൻഡ് പറയുന്നവർ കമാൻഡ് പറയട്ടെ. അവന്മാരൊക്കെ അവൻ്റെ ആയുഷ്കാലം മുഴുവൻ കമാൻഡ് പറയും. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നിൽക്കുന്ന ഞാൻ എത്ര കമാൻഡ് കേൾക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ? പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഈ കമാൻഡിൻ്റെ അകത്ത്, എൻ്റെ അകത്ത് ദൈവം വെച്ചത് പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക്, ഡിസ്ട്രിക്റ്റിൽ നിന്ന് ഡിസ്ട്രിക്റ്റിലേക്ക്, രാജ്യത്തിൽ നിന്ന് രാജ്യത്തേക്ക് വെളിപ്പെടുന്ന ഒരു സീസൺ ഉണ്ടെന്ന് കമന്റുകളെ ഞാൻ കേൾക്കാതെ ദൈവത്തിന്റെ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് പകലിൽ ആരുണ്ട് വിശ്വസിക്കുവാൻ? ദൈവം നിന്നോട്, നിന്റെ കുടുംബത്തോട്, നിന്റെ തലമുറയോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുവാൻ ആരുണ്ട്? സാഹചര്യം നോക്കി വിശ്വസിക്കരുത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഈ ജനം പറയാൻ കാരണം സക്കറിയാവ് 1 വർഷമായിട്ട് വീട്ടിൽ കുത്തിരിപ്പാണ്. നറുക്ക് കിട്ടിയില്ല എന്നുള്ളത് വേറെ പ്രശ്നം. കിട്ടിയാലും ഒരു ഇടമീറ്റിങ്ങിന് പോകാൻ പോലും ശബ്ദമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എലിസബത്ത് ആണെങ്കിൽ ഒരു ചായ ഇട്ട് തരുവാൻ പോലും കാണാല്ലേ, എവിടെയോ ഒളിച്ചു പാർക്ക്. പ്രൈസ് ദി ലോർഡ്. ഇതൊക്കെ കണ്ടപ്പോൾ ഒരു രസം തോന്നി. എവിടെ? യഹൂദ മലനാട്ടിൽ പാർക്കുന്നവർക്ക്. ഹല്ലേലൂയ. നിന്നൊരൽപ്പം തട്ടുകേടോ പന്തികേടോ നെഗറ്റീവോ സംഭവിക്കുമ്പോൾ കമൻറ്റ് പറയുവാൻ 1000 പേര് വരും. ആ കമൻറ്റ് പറയുന്നവർ അവിടെ നിന്ന് പറയട്ടെ, അതിൻ്റെ അപ്പുറത്ത് നിന്നെ എന്തിനെ സൈലൻസ് ആക്കി, നിന്നെ എന്തിനെ ഒളിച്ച് പാർപ്പിച്ചു എന്നൊക്കെ ദൈവം വെളിപ്പെടുത്തുന്ന ഒരു സീസൺ.
അതിനെ പ്രാപിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ഒരു സ്പെഷ്യൽ പീരീഡിലൂടെ ഇവർ കടന്നു പോയത് കൊണ്ടാണ് ഈ കുട്ടീനെ കണ്ടപ്പോൾ എന്താവുന്നാവോ, കല്യാണമൊക്കെ കഴിയുന്നുണ്ട്, എന്ത് സംഭവിക്കണാവോ, പുതിയ ബിസിനസ്സൊക്കെ തുടങ്ങുന്നുണ്ട്, എന്തൊക്കെ സംഭവിക്കും, പുതിയ വർക്കൊക്കെ പുള്ളി തുടങ്ങിയിട്ടുണ്ട്, പുതിയ മിനിസ്ട്രിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കാണാലോ നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഇതൊന്നും ഞാൻ കേട്ടിട്ടല്ലാട്ടോ പറയുന്നത്, ഇത് അപ്പുറത്തൊക്കെ പറഞ്ഞു നടക്കുന്നുണ്ട്. പക്ഷെ ദൈവവചനം എന്നോട് സംസാരിച്ചതാണ് ഞാൻ പറയുന്നത്. നമ്മളിതൊന്നും കേൾക്കാൻ തെരുവ് കറങ്ങി നടക്കേണ്ട കാര്യമില്ല. ഏലീശ അവൻ്റെ മുറിക്കകത്തിരുന്നാൽ ശത്രു സൈന്യം ഏത് റൂട്ട് കൂടെ വരുന്നതെന്നുള്ള അവൻ്റെ പ്രാർത്ഥനാ മുറിയിൽ അവനറിയാം. പ്രാർത്ഥനാ മുറിയിൽ വചനം വെളിപ്പെട്ട് വരുമ്പോൾ, ദൈവത്തിന്റെ റെവലേഷൻ വരുമ്പോൾ അറിയാം ഇപ്പൊ ചുറ്റുമുള്ളവൻ എന്നാ പറയുന്ന, എന്ത് കമാൻഡാണ് അടിക്കുന്നത്, എന്താണ് നിന്നെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ച്. കർത്താവ് മരിച്ച് 3-ാം ദിവസം കഴിഞ്ഞപ്പോൾ എമ്മൗസിലേക്ക് 2 പേര് യാത്രയായി കേട്ടോ. ഇതൊന്നും ഞാൻ എഴുതി വെച്ചല്ല, എഴുതി വെക്കാത്തതാണ് ഞാൻ പറയുന്നത്. എഴുതി വെച്ച കുറേ നോട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത് റെവലേഷനാണ്, നിങ്ങൾ എടുത്തു തരികയാണ്. അന്നേരം എമ്മൗസിലേക്ക് പോയപ്പോൾ അവൻ വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനായിരുന്നു, ഞങ്ങളോ അവൻ ഇസ്രായേലിനെ രക്ഷിപ്പാനുള്ളവനെന്ന് ആശിച്ചു. പക്ഷെ ദേ കിടക്കണു കല്ലറയിൽ. പ്രൈസ് ദി ലോർഡ്. അവന്മാര് പോലും വിശ്വസിച്ചില്ല. കല്ലറയിൽ പോയ ക്രിസ്തുവിനെതിരെ കമന്റ് പാസ്സാക്കിയിട്ട് എമ്മൗസിലേക്ക് പടയവണിക്ക് പോയി. അന്നേരം കർത്താവ് അവനെ പാതി വഴിയിലിട്ട് അവനെ പൊക്കി. ഇന്ന് പകലിൽ ആത്മാവ് ഞാൻ പറയുന്നു, പാതി വഴിയിൽ ദൈവം ജനതിനെ പൊക്കിയെടുത്ത് മടക്കി കൊണ്ടുവന്ന് ഈ ഹാളിന്റെ അകത്ത് കൊണ്ടിരുത്തുമെന്ന് ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു. നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടത്, നിന്റെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടത്, നിന്റെ ശുശ്രൂഷയിൽ നിന്ന് നഷ്ടപ്പെട്ടത്, നിന്റെ തലമുറയിൽ നിന്ന് നഷ്ടപ്പെട്ടത്, ഇതിനെല്ലാം ദൈവം മടക്കി കൊണ്ടുവന്നു നിന്നോട് കൂട്ടിച്ചേർക്കുന്ന ദൈവം. വിശ്വസിക്കാൻ കഴിയുന്നവർ പറഞ്ഞാട്ടെ, അത് എന്നോടുള്ള പ്രവചനമാണ്. ഐ റിസീവ് ഇറ്റ്. അങ്ങനെ പറഞ്ഞാട്ടെ, കരങ്ങളടിച്ച് പറഞ്ഞാട്ടെ, തലയെ തൊട്ട് പറഞ്ഞാട്ടെ, അത് എന്നോടുള്ള പ്രവചനമാണ്. മോഡേൺ ഭാഷയിൽ പറഞ്ഞ കമാൻഡോളി ഒരു സീസണാണിത്. അവർ പല കമാൻഡുകളും എഴുതും, പറയും. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെടുത്ത് പറഞ്ഞു, ഞങ്ങളെ ആശിച്ചുട്ടോ, പുള്ളി കുരുടനെ സൗഖ്യമാക്കിയപ്പോഴും ആ 5 അപ്പൊക്കെ എടുത്ത് എന്നാ പൊട്ടിച്ചത്, ഇപ്പോൾ എന്ത് കിടപ്പാണ് കിടക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ അതിനെ മാറ്റി കർത്താവ് ഹല്ലേലൂയ അവരുടെ അകത്തേക്ക് ആ വചനത്തിൻ്റെ വെളിപ്പാട് പകർന്നു കൊടുത്തു. ഇന്ന് പകലിൽ ആരുടെയൊക്കെയോ തലമുറയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് പറയുന്നു, നിങ്ങളുടെ തലമുറയുടെ അകത്തു നിന്ന് പിശാച് മോഷ്ടിച്ചു കൊണ്ടുപോയതിന് നിങ്ങളുടെ തലമുറയുടെ ജീവിതത്തിലേക്ക് സ്വർഗമിതാ മടക്കി കൊടുക്കുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ, ഓൺലൈനിൽ എന്നെ കേൾക്കുന്നവർ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, തലമുറകളുടെ മേൽ, ശുശ്രൂഷകളുടെ മേൽ വിശ്വസിച്ച് പ്രാപിച്ചാതെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. 1.5 മണിക്കൂറിൻ്റെ അകത്ത് പറഞ്ഞിട്ട് അതിൻ്റെ അസാധാരണമായൊരു പ്രാർത്ഥന നിങ്ങളുടെ മേൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പലതും ഇവരെ നോക്കി പറഞ്ഞു, പക്ഷെ സത്യം അതായിരുന്നില്ല കേട്ടോ. പ്രൈസ് ദി ലോർഡ്.
പറയുന്നത് പറഞ്ഞ് കേൾക്കുന്നത് നിങ്ങൾ വിശ്വസിക്കരുത്. അത് പറയട്ടെ. ദൈവം നിങ്ങൾക്ക് തുറന്നു തന്നതിനെ വിശ്വസിക്കുക. ശ്രദ്ധിച്ചേ, വിശ്വസിക്കുക. ഹല്ലേലൂയ. അങ്ങനെ അസാധാരണമായ ചലനങ്ങൾ നിങ്ങളുടെ മേൽ സംഭവിക്കുവാൻ പോകുകയാണ്. നിങ്ങൾ ഇവിടെയുണ്ടോ? ആർക്കെല്ലാം ക്ഷീണമുണ്ട്? എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ദൈവത്തിൻ്റെ വചനം ഭക്ഷിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മേൽ ഒരു കൂൾ അറ്റ്മോസ്ഫിയർ ഇപ്പോൾ കർത്താവ് തുറന്നു വരും. പ്രൈസ് ദി ലോർഡ് ജീസസ്. പ്രൈസ് ജീസസ്. ഹല്ലേലൂയ. കർത്താവ് അങ്ങനെ ചെയ്യട്ടെ. ആ വചനം ഒന്നുകൂടെ ഒരു മിനിറ്റ്. അതിന് മുന്നേ കർത്താവ് പെട്ടെന്ന് എൻ്റെ അകത്തേക്ക് ആ റെവലേഷൻ തരുന്നുകൊണ്ട് പറയട്ടെ. ഒളിച്ചു പാർത്തു കെരീത്ത് തോട്ടിൽ ദൂതൊക്കെ പറഞ്ഞിട്ട് പ്രവാചകൻ അവിടെ പോയി. യോർദാനിലെ കിഴക്ക് കെരീത്ത് തോട്ടിൽ പോയി ഒളിച്ചു പാർത്തു. ആര്? ദൂത് പറഞ്ഞ പ്രവാചകൻ. പുള്ളി മുങ്ങി. നമ്മുടെ ഭാഷയിൽ പറഞ്ഞ പുള്ളി ദൂത് പറഞ്ഞ് പുള്ളിക്കാരൻ എവിടെ നിന്നാൽ കുഴപ്പമാവും എന്നറിയാം. അതുകൊണ്ട് പുള്ളി മുങ്ങി. നമ്മുടെ ഭാഷയിൽ, കുന്നവളം ഭാഷയിൽ പറഞ്ഞ പുള്ളി മുങ്ങി. ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ലാന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ പോലെ പുള്ളീനെ കാണാനില്ല. പ്രൈസലോ. കർത്താവാണ് പറഞ്ഞത് ചിലപ്പോൾ ഒളിച്ചു പാർക്കാനൊക്കെ കേട്ടോ. കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ ഒരു പദ്ധതി ഉണ്ട്. ആൾക്കാരെ കമൻറ്റ് പറയും അവൻ നിവൃത്തികേടുകൊണ്ട് മുങ്ങിയതാന്നൊക്കെ. പക്ഷെ കർത്താവ് പറഞ്ഞിട്ടാണ് നീ ഒളിച്ചു പാർത്തത് എങ്കിൽ ഹല്ലേലൂയ, നീ കെരീത്തുകളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. നീ സാരാഫാത്തുകളിൽ അത്ഭുതം സൃഷ്ടിക്കും. അവിടം കൊണ്ട് തീരത്തില്ല. നീ ഒളിച്ചു പാർത്ത ഇടത്തു നിന്ന് പുറത്തു വരുമ്പോൾ ഒരു ദേശത്തെ റിവൈവലിലേക്ക് കൊണ്ടുവരുവാൻ, ഒരു പട്ടണത്തെ, ഒരു രാജ്യത്തെ റിവൈവലിലേക്ക്, ഉണർവിലേക്ക് കൊണ്ടുവരുവാൻ തീ ഇറക്കുന്നവനായി തീരും. അപ്പോൾ ഒളിച്ചു പാർത്തെടുത്ത് പുള്ളി സുഖിച്ചു പാർക്കായിരുന്നില്ല. പുള്ളി കർത്താവിൽ നിന്ന് പ്രാപിക്കായിരുന്നു. എന്തിനുള്ളത്? ഒരു രാജ്യത്തെ ഉണർവിലേക്ക് കൊണ്ടുവരുവാൻ, പാലിന്റെ ആരാധനയിൽ നിന്ന് യഹോവയുടെ ആരാധനയിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു പ്രിപ്പറേഷൻ ടൈമായിരുന്നു ആ ഒരു പാർപ്പ്. ഇന്ന് പകലിൽ ആരോടോ പറയുന്നു, നീ അങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഒരു തീ നീ മുഖാന്തരം ദൈവം തുറക്കും. എൻ്റെ അകത്ത് നിങ്ങൾ കർത്താവ് രോഗം മാറ്റും, ക്ഷീണം മാറ്റും, ബന്ധനം വഴി എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ വീട്ടിലേക്ക് വിട്ടാൽ സന്തോഷമായിരിക്കുന്നു കഴിയും. എനിക്ക് അങ്ങനെ ഒരു ഫോക്കസ് മാത്രമല്ല, അത് ഇതിൻ്റെ അകത്ത് കൂടെ നടക്കും. പ്രൈസ്. എൻ്റെ അകത്ത് നിങ്ങളെല്ലാവരും തീപന്തങ്ങളായി തീരണം. എൻ്റെ അകത്ത് ദൈവം തുറന്നു തന്നിരിക്കുന്ന റെവലേഷൻ എന്ന് പറയുന്നത് ഈ സാധാരണ ജനം അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു സീസണിലേക്ക് ജനത്തെ ദൈവത്തിൻ്റെ മഹത്വമായി കണക്ട് ചെയ്യിക്കുവാൻ, അവരെ ദൈവത്തോട് ചേർത്ത് വയ്ക്കുക എന്നുള്ള റെവലേഷനാണ്. എന്ന് പകലിൽ എൻ്റെ മുൻപിൽ ഇരിക്കുന്നവരെ, എൻ്റെ ശബ്ദം കേൾക്കുന്നവരെ, നീ അതിൻ്റെ അകത്ത് ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ്. കുഞ്ഞു മോശ പറഞ്ഞപ്പോൾ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. ഒളിപ്പിച്ചു വെച്ചു. സ്റ്റെബിലിറ്റി കൊണ്ട് ആ കുഞ്ഞ് റിവൈവ് ചെയ്യും എന്നുള്ള ഒരു പീരീഡിലേക്ക് കുഞ്ഞ് എത്തിക്കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ റിലീസ് ചെയ്തു. ഒളിപ്പിച്ചു വെച്ചത് നേരെ കൊട്ടാരത്തിലോട്ട് ചെന്ന് കയറി. അർഹതയില്ലാത്തടത്ത്, യോഗ്യതയില്ലാത്തടത്ത് ഈ ഒളിപ്പിച്ചു വെച്ച കുഞ്ഞ് ദൈവാത്മാവിന്റെ ശക്തിയാൽ കയറി ഇന്ന് പകലിൽ ആരോടോ പ്രവചിക്കുന്നു.
ദൈവം നിന്നെ ആക്കിയ ഇടത്ത് നീ ദൈവത്തോടുകൂടെ ചേർന്ന് നിന്നാൽ അടുത്ത സീസൺ നീ പ്രതീക്ഷിക്കാത്ത, മാന്യതയുള്ള, നിനക്ക് യോഗ്യതയില്ലാത്ത ചില മണ്ഡലങ്ങളിലേക്ക് ദൈവം നിന്നെ എടുത്തു വയ്ക്കുന്ന ഒരു സീസൺ, നിന്റെ തലമുറയെ എടുത്തു വയ്ക്കുന്ന, നിന്റെ ശുശ്രൂഷയെ എടുത്തു വയ്ക്കുന്ന സീസൺ. അതിൻ്റെ അകത്ത് ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഉണ്ടായിട്ട് ഒറ്റ എണ്ണത്തിന് ധൈര്യം വന്നില്ല, ഒളിപ്പിച്ചു വെക്കുക. മോശയുടെ അമ്മയ്ക്ക് ധൈര്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏതൊക്കെ അമ്മമാരോട് പ്രവചിക്കുന്നു, നിങ്ങളുടെ തലമുറകളുടെ മേൽ അസാധാരണമായ മഹത്വം വെളിപ്പെടുന്ന ഒരു സീസൺ സംഭവിക്കുന്നു. നിങ്ങളുടെ തലമുറകളുടെ മേൽ, നിങ്ങളുടെ തലമുറയ്ക്ക് കയറുവാൻ പോലും യോഗ്യതയില്ലാത്ത ചില ഡോറുകൾ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി സ്വർഗമിതാ തുറന്നു തരുന്നു. പ്രാപിച്ചോ? പിശാച് നിന്റെ തലമുറയെ കൊന്നുകളയുവാൻ പദ്ധതി ഒരുക്കെങ്കിൽ സ്വർഗം പറയുന്നു, കൊന്നു കളയുന്നതിന് പകരം അവന് ഒരു രാജകുമാരനെ പോലെ അധികാരവും പദവിയും എല്ലാ മാന്യതകളും നൽകി, എല്ലാ സമൃദ്ധിയും നൽകി, ആരിവനെ കൊന്നു കളയുമെന്ന് പറയുന്നുവോ അവരുടെ മേൽ ഞാനിവനെ പ്ലേസ് ചെയ്യുക തന്നെ ചെയ്യും. അവരുടെ മേൽ ഞാനിവനെ കൊണ്ടുവയ്ക്കും. ഹല്ലേലൂയ. വിശ്വസിച്ചാട്ടെ, അത് നിങ്ങളുടെ മേൽ, നിങ്ങളുടെ തലമുറകളുടെ മേൽ സംഭവിക്കുന്നു. നിങ്ങളുടെ ഭവനത്തിൽ സംഭവിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ സംഭവിക്കുന്നു. നിങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നു. ശുശ്രൂഷകളിൽ സംഭവിക്കുന്നു. ഓ ശമന പ്രോസ്കേനിയാന്ത റംഷസ്കേനിയാന്ത. ഹെരോദാവ് കൊന്നുകളയാൻ പദ്ധതി ഒരുക്കിയപ്പോൾ ജോസഫിനോട് പറഞ്ഞു, കുഞ്ഞിനെടുത്ത് വേഗം വിട്ടോ എന്ന് പറഞ്ഞു. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടേണ്ടതിനെ നസ്രത്ത് എന്ന ഗ്രാമത്തിൽ പോയി പാർത്തു. വാഗ്ദത്തം നിവൃത്തിയാകേണ്ടതിനെ അവനെ കൊണ്ടുപോകാൻ നസ്രത്തിൽ കൊണ്ടിട്ടു സ്വർഗം. ഹല്ലേലൂയ. എന്നിട്ട് നസ്രത്തിൽ നിന്ന് അവനെ പുറത്തേക്ക് കൊണ്ടുവന്നു. എന്തിനാണെന്ന് അറിയുമോ? അവൻ്റെ മേലുള്ളൊരു പേര് സ്വർഗം മുന്നമേ പ്ലാൻ ചെയ്തതായിരുന്നു. ഇന്ന് പകലിൽ ഞാൻ ആരോട് പ്രവചിക്കുന്നു, നിങ്ങളെ ദൈവം കൊണ്ടുചെന്ന ആക്കിയ ഇടത്തു നിന്ന് നിങ്ങളെ വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് മടക്കി കൃത്യമായ ദൈവിക പദ്ധതിയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്ന് പ്ലാൻ ചെയ്യുവാൻ പോകുന്നു. Praise Jesus. ദേവസനെ ആ വചനം ഒന്നുകൂടെ എനിക്ക് ഒന്ന് വായിച്ചു തരൂ. Oh Jesus. ലൂക്കോസ് സുവിശേഷം 1:66. കേട്ടവർ എല്ലാവരും അത് ഹൃദയത്തിൽ നിക്ഷേപിച്ചു. ഈ പൈതൽ എന്ത് ആകുമെന്ന് പറഞ്ഞു. കർത്താവിന്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു. The hand of the Lord was with him. അപ്പൊ ഈ ഒരു ചോദ്യം ഇന്ന് പകലിൽ ഞാൻ വീണ്ടും ആ ഒരു ചോദ്യത്തിലേക്ക് നിങ്ങളെ ചില നിമിഷങ്ങൾ കൂടെ മടക്കി കൊണ്ടുവരട്ടെ. നീ എന്തായി തീരും? നിന്റെ ശുശ്രൂഷ, നിന്റെ തലമുറ, നിന്റെ വിഷയങ്ങൾ എന്തായി തീരും, എങ്ങനെയാകും എന്ന് കൊതിയും നുണയും പറഞ്ഞ് നിന്റെ പരാജയം കാണുവാൻ ആഗ്രഹിക്കുന്നവരുടെ മുൻപിൽ സ്വർഗം പറയാണ്, hand of the Lord was with this child. യഹോവയുടെ കൈ ഈ കുഞ്ഞിന്റെ മേൽ. എന്താണ് വചനം പറഞ്ഞിരിക്കുന്നത്? ഇന്ന് പകലിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളുടെ അകത്തൂടെ കടന്നു പോകുന്ന വ്യക്തിയാണോ? ചോദ്യശരങ്ങൾ അഭിമുഖീകരിക്കുന്ന വ്യക്തിയാണോ? ഇന്ന് ആത്മാവ് പ്രവചിക്കുന്നു, ദൈവത്തിന്റെ കരം നിന്റെ മേൽ ഉണ്ട് എന്ന് വിശ്വസിക്കുക. അപ്പോ ഒത്തിരി കാര്യങ്ങൾ സംഭവിച്ചേക്കാം എന്ന് ചിന്തിക്കുന്നവരുടെ മുൻപിൽ നോക്കുമ്പോൾ
ദൈവത്തിന്റെ കരം ഈ കുഞ്ഞിന്റെ മേൽ വന്നു നിന്നു. ഈ മിനിസ്ട്രി എന്താകും? ഓ, ഇവൻ ഇതിൻ്റെ അകത്ത് കയറി നിൽക്കുന്നുണ്ടല്ലോ, എന്താകും എന്നൊക്കെ പറയുന്നവരുടെ മുൻപിൽ, ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നവരുടെ മുൻപിൽ, ഓ പരിശുദ്ധി ആത്മാവ് പറയാണ്, ദൈവത്തിന്റെ കരം നിന്റെ മേൽ, നിന്റെ ശുശ്രൂഷയുടെ മേൽ, ഓ ഇത് കേൾക്കുന്ന ദൈവജനത്തിന്റെ മേൽ ഉണ്ടെന്ന് വെളിപ്പെടുന്ന ഒരു സീസൺ ഇതാ സ്വർഗം തുറന്നു തരുന്നു. ഒരു വലിയ പ്രവചനം, ദൈവത്തിന്റെ കരം നിന്നോട് കൂടെയുണ്ട്. ഒരു വലിയ പ്രവചനം വിശ്വസിക്കുന്നവർ പ്രാപിച്ചോ? ദൈവത്തിന്റെ കരം നീ വേദന അനുഭവിക്കുന്ന വിഷയത്തിന്റെ മേലുണ്ട്. ഓ ദൈവത്തിന്റെ കരം നിന്റെ ഭവനത്തിന്റെ മേലുണ്ട്, തലമുറയുടെ മേലുണ്ട്, മിനിസ്ട്രിയുടെ മേലുണ്ട്, നിന്റെ സാമ്പത്തിക വിഷയത്തിന്റെ മേലുണ്ട്. യഹോവയുടെ കരം. എന്നെ കർത്താവിൻ്റെ ശുശ്രൂഷകൾ വായിക്കുമ്പോൾ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു വചനം ഇങ്ങനെയാണ്: സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ആരോട് കൂടെ? യേശുവിനോട് കൂടെ. സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ കരം. പ്രൈസ് ദി ലോർഡ്. അതിൽ നിന്റെ ശുശ്രൂഷയിൽ നിന്നെ ആക്ടിവേറ്റ് ചെയ്യിക്കുവാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കരം അസാധാരണമായ വിധത്തിൽ ഇത് നിന്റെ മേൽ തുറന്നു വരുന്നത്. ഒരു മനുഷ്യൻ്റെ കൈപ്പത്തി പോലത്തെ ചില വിഷയങ്ങൾ നിന്റെ ശുശ്രൂഷയുടെ മേൽ സ്വർഗം തുറന്നു വരുമെന്ന് അഭിഷക്തനെ പറയുന്നു. ഈ ദിവസങ്ങളിൽ നീ പ്രതീക്ഷിക്കാത്ത ഒരു മഴ, ഒരു ദൈവ പ്രവൃത്തിയുടെ മഴ സംഭവിക്കും. ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവത്തിന്റെ കരം നിന്റെ മേലുണ്ട്. ദൈവത്തിന്റെ കരം നിന്റെ മേലുണ്ടെങ്കിൽ നിന്നെ ശുശ്രൂഷയിൽ അവൻ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. നിന്റെ ശുശ്രൂഷയിൽ നിന്നെ അവൻ ഉപയോഗിച്ചു കൊണ്ടിരിക്കും. ശുശ്രൂഷകന്മാരെ, ഞാൻ നിങ്ങളോട് പ്രവചിക്കുന്നു, മറ്റു ഒന്നുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാലും ദൈവത്തിന്റെ കരം നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു എങ്കിൽ അസാധാരണമായ കാര്യങ്ങൾ, unusual things, unusual miracles you're going to experience in your ministry. Praise the Lord. നിന്റെ ശുശ്രൂഷയിൽ unusual miracles സംഭവിക്കും. യേശുവിൻ്റെ നാമത്തിൽ ചില വാൽവുകളിൽ സൗഖ്യം നടക്കുന്നത് ആത്മാവിനെ കാണിക്കുന്നു. ചില ഹൃദയത്തിൻ്റെ വാൽവുകളിൽ പ്രശ്നങ്ങളുള്ള വ്യക്തികളോട് പരിശുദ്ധ ആത്മാവിനോട് പറയുന്നു, അവരെ സൗഖ്യമാക്കുക. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ വാൽവ് റിലേറ്റഡ് ആയിട്ടുള്ള സിക്നസ്സുകൾ, കംപ്ലൈന്റുകൾ ഇപ്പോൾ ഈ ജനത്തിന്റെ വാൽവുകളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ ആഴ്ന്നു മാറട്ടെ. Be healed in Jesus. അങ്ങനെയുള്ളവർ വിശ്വാസത്തോടുകൂടെ അതിനെ പ്രാപിക്കുക. കർത്താവിനോട് പറയുന്നു, ദൈവത്തിന്റെ കരം നിന്റെ ശുശ്രൂഷകളിൽ നിന്നെ അപ്ഡേറ്റ് ചെയ്യിക്കാൻ പോകുന്നു. ഈ കരം ഏലിയാവിന്റെ മേൽ വന്നപ്പോൾ ചമയിച്ചൊരുക്കിയ ശക്തിയുള്ള ആഹാബിന്റെ രഥത്തെക്കാൾ മുന്നിൽ ഓടുവാൻ ഏലിയാവിനെ ശക്തീകരിച്ചു. ഇന്ന് പകലിൽ ഞാൻ വീണ്ടും പ്രവചിക്കുന്നു, ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ തോറ്റു പോകത്തില്ല, നീ രണ്ടാമനാകത്തില്ല, നീ തള്ളപ്പെട്ടു പോകത്തില്ല. നിനക്ക് വേണ്ടി ദൈവം ഒരു വേഗത നൽകി തരുവാൻ പോകുന്നു, ഒരു വലിയ സ്പീഡ് നൽകി തരുവാൻ പോകുന്നു. നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ, നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ, നിന്നെ പരാജയപ്പെടുത്തുമെന്ന് പറഞ്ഞ, നിന്റെ എനിമിയുടെ മുൻപിൽ ഓടുന്ന ഒരു അഭിഷേകം കൈ വന്നപ്പോ ഇവന്റെ സ്പീഡിൽ ഭയങ്കര എന്താ പറയുക, സൂപ്പർ നാച്ചുറൽ ആയി മൂവുകൾ സംഭവിച്ചു. ഒരു സൂപ്പർ നാച്ചുറൽ സ്പീഡ് ഈ ദൈവജനത്തിന് മേൽ സംഭവിക്കട്ടെ. ഇവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ, ഇവർ ദൈവത്തിന് മുമ്പിൽ കാത്തിരിക്കുന്ന വിഷയത്തിന്റെ മേൽ, ശുശ്രൂഷകളുടെ മേൽ സൂപ്പർ നാച്ചുറൽ സ്പീഡ് സംഭവിക്കട്ടെ. നീ രണ്ടാമതാകത്തില്ല, നീ ഒന്നാമതാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം നിന്നെ അപ്ഗ്രേഡ് ചെയ്യും. ശുശ്രൂഷയിൽ
ഇത് പുതിയ നിയമത്തിൽ വന്നപ്പോൾ ഫിലിപ്പോസിൻ്റെ മേലൊക്കെ വന്ന് വീണ് കഴിഞ്ഞപ്പോൾ ഇതിനേക്കാൾ ഡബിൾ സൂപ്പർ നാച്ചുറലായിരുന്നു. കണ്ണ് വയ്ക്കുന്ന ഒരു സമയം കൊണ്ട് പിന്നെ അവനെ അസ്തോതിൽ കണ്ടു എന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നും അത് സംഭവിക്കും ദൈവജനമേ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ഈ കണ്ണ് വയ്ക്കുന്ന നേരം കൊണ്ട് കർത്താവിൻ്റെ കാഹളനാദം കേൾക്കുമ്പോൾ നീ രൂപാന്തരപ്പെട്ടു പോകും. കാരണം ഈ സ്പിരിറ്റിൽ എന്താ പറയുക, അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് വിതിൻ സെക്കൻഡുകളിൽ മൈന്യൂട്ട് പോയിന്റ് ആണുള്ളത്. നീ കണ്ടു വയ്ക്കുന്ന നേരം കൊണ്ട് അസാധാരണമായ മൂവ് സംഭവിച്ചു തുടങ്ങും. ഇന്ന് പകലിൽ ഞാൻ പറയുന്നു, ചിലരുടെ മേൽ അങ്ങനെ സംഭവിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ മേൽ, കാത്തിരിക്കുന്ന വിഷയത്തിൻ്റെ മേൽ ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള സ്പീഡുകൾ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. അഭിഷക്തനെ, നിന്റെ ശുശ്രൂഷയിൽ സൂപ്പർ നാച്ചുറൽ സ്പീഡ് സംഭവിക്കുന്നു. സൂപ്പർ നാച്ചുറൽ സ്പീഡ് സംഭവിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ലൂക്കോസ് 1:15 ഒന്ന് വായിക്കുന്നത് ദേവാസനെ. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും, വീഞ്ഞും മദ്യവും കുടിക്കയില്ല. അവൻ കർത്താവിന്റെ സന്നിധിയിൽ വലിയവനാകും. He will be great in the sight of the Lord. വീഞ്ഞും മദ്യവും കുടിക്കയില്ല. ആ ഒരു വേർഡാണ് മാത്രമാണ് ഞാൻ എടുക്കുന്നത്. താഴോട്ട് പോയി ഒത്തിരി കാര്യങ്ങൾ കാണാം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നീ എന്താകും എന്ന് നിന്റെ മുൻപിൽ ചോദ്യശരങ്ങൾ ഒന്നിനു പുറകെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സ്വർഗം പറയുന്നു, നീ കർത്താവിന്റെ സന്നിധിയിൽ നീ വലിയവനാകും. നിന്റെ പോസ്റ്റ്, നിന്റെ ലെവൽ ഇതാ അപ്ഗ്രേഡ് ചെയ്യുവാൻ, അപ്ഗ്രേഡ് ചെയ്യുവാൻ, ഇതാ ഉയർന്ന തലത്തിലേക്ക് ആരോടോ പരിശുദ്ധി ആത്മാവ് പറയുന്നു, നിന്നെ അപ്ഗ്രേഡ് ചെയ്യുവാൻ. നീ ഇതാ വലുതാകുവാൻ പോകുന്നു. നീ ചെറുതാകുകയല്ല, നീ താഴുകയല്ല, നീ തകരുകയല്ല, പകരം നീ അപ്ഗ്രേഡ് ചെയ്യപ്പെടുന്നു. നീ ഉയർച്ച പ്രാപിക്കുന്നു. നീ ഉയർച്ച പ്രാപിക്കുന്നു. നീ താഴ്ചയല്ല, ഉയർച്ച തന്നെ പ്രാപിക്കും. പ്രവചന ശബ്ദം 3, നീ വലിയവനാക്കും. ഹല്ലേലൂയ. നീ വലിയവനാകാൻ വേണ്ടി കുതന്ത്രങ്ങളും സൂത്രങ്ങളും ഒന്നും ചെയ്യണ്ട. കർത്താവ് ചെയ്തു. നീ കർത്താവിനോട് കൂടെ സെപ്പറേറ്റ് ചെയ്തിരുന്നാൽ നിന്റെ മേലൊരു സീസൺ തുറന്നു വരിക തന്നെ ചെയ്യും. നിന്റെ തലമുറയുടെ മേൽ, നിന്റെ കുടുംബത്തിന്റെ മേൽ ആ സീസണുകൾ സംഭവിക്കും. ചില നഷ്ടങ്ങൾ ഈ ജനത്തിന്റെ മേൽ ലാഭമായി തീരട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവർ നഷ്ടം സംഭവിച്ച ഇടങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ, ലാഭങ്ങൾ ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ അസാധാരണമായ ഡോറുകൾ ഈ ജനത്തിന്റെ മേൽ തുറന്നു വരിക, തുറന്നു വരിക. He will be great in the sight of the Lord. ജനം പറയുന്നു, ഇവൻ എന്താ? കർത്താവ് പറയുന്നു, ആര് പറയുന്നതാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ ആഗ്രഹം. ഇതൊക്കെ ഓന്തോടിയാൽ ഏതുവരെ ഓടും എന്നൊക്കെ നമ്മുടെ കുന്നോളം ഭാഷയിൽ നമ്മൾ പറയാറുണ്ട്. ഇവൻ ഓടിയാൽ ഏതുവരെ ഓടും എന്നൊക്കെ പറയുന്നവരുടെ മുൻപിൽ അതിൻ്റെ ബൗണ്ടറികളെ പൊട്ടിച്ച് ദൈവം തൻ്റെ മഹത്വത്തെ ദേശത്ത് വെളിപ്പെടുത്തുവാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിയാട്ട്. നിന്റെ ഭവനത്തെ കുറിച്ച്, നിന്റെ തലമുറയെ കുറിച്ച് കമന്റ് പാസാക്കിയുടെ മുൻപിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ പോകുന്നു. കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഒരു വേർഡ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് പറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശത്രുക്കൾക്ക് മുൻപാകെ
അവൻ മേശ ഒരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നിന്നെ തുറിച്ചു നോക്കുന്നവരുടെ മുൻപിൽ, എന്താകും എന്ന് പറയുന്നവരുടെ മുൻപിൽ ദൈവം നിന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ശത്രുക്കൾക്ക് മുൻപാകെ ദൈവം നിനക്ക് മേശ ഒരുക്കുവാൻ പോകുന്നു. നന്മയും കരുണയോ നിന്റെ ആയുഷ്കാലമൊക്കെയോ നിന്നെ പിന്തുടരുക തന്നെ ചെയ്യും. മനുഷ്യൻ പറയുന്നത് വിശ്വസിക്കരുത് കേട്ടോ. അവൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നേരെ തിരിച്ചു പറയും. ഞാൻ വർഷങ്ങൾക്ക് മുൻപ് ഇങ്ങനെ പ്രാർത്ഥിക്കും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ ഞാനിങ്ങനെ മെസ്സേജ് ദൈവശബ്ദം വരുമ്പോൾ ബുക്കിൽ എഴുതി വയ്ക്കുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഈ സദ്രക്ക് മേശയ്ക്ക് അബോധനൊക്കെ കാര്യങ്ങളൊക്കെ വായിക്കുമ്പോൾ, നമ്മൾ ട്രിവാൻഡ്രത്ത് ബൈബിളിൽ പിടിക്കുമ്പോൾ അപ്പോൾ അന്ന് രാത്രി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനോട് പറയാണ്, ഈ ശത്രുക്കും മേശക്കും ഈ 7 മടങ്ങ് തീച്ചുളയിലേക്ക് പോയി. അവർ മടങ്ങി വന്നപ്പോൾ, തിരിച്ചു വന്നപ്പോൾ അവന്മാരെല്ലാം നൈസായിട്ട് കൈ കൊടുത്ത് പറയാണ്, സ്മെല്ല് പോലും ഇല്ലാട്ടാ, തീയുടെ ഒരു മണം പോലും ഇല്ല. വചനം എഴുതി, ഞാൻ പറഞ്ഞല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇവന്മാര് വെച്ചത് കത്തിക്കാളി കരിഞ്ഞ് പപ്പട പരുവായി ചാരമായിട്ട് അവന്റെ അപ്പനമ്മയും പോയി പെട്ടിയിൽ അവനെ കൊണ്ടുവരുന്ന ചിന്തിച്ച് നോക്കുമ്പോ അവൻ തീച്ചൂളയിൽ നിന്ന് നാലാമനായ ഒരുവന്റെ സാന്നിധ്യം അനുഭവിച്ച് പുറത്തു വരുവാൻ തുടങ്ങി. ഇന്ന് പകലിൽ നിന്നെ തകർത്തു കളയും എന്ന് പറയുന്നവരുടെ മുൻപിൽ നിന്നെ തകർത്തു കളയും എന്ന് പറഞ്ഞവന്റെ നടുവിൽ നിർത്തി നിന്നെ മാനിക്കുന്ന ദൈവമാണ് നീ വിശ്വസിക്കുന്ന ദൈവം. സെവൻ മടങ്ങ് 7 മടങ്ങ് തീച്ചുള കൂട്ടി. 7 അല്ല 70 മടങ്ങ് നീ കൂട്ടിയാലും ഇതിന് ബലം ഉണ്ടാകത്തില്ല. കാരണം അതിൻ്റെ അകത്ത് വേറൊരുത്തനുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവന്റെ കൈ നിന്റെ മേലുണ്ട്, അവൻ നിന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് നീ ഏത് താഴ്വരയിൽ പോയാലും, ഏത് തീച്ചൂളയിൽ പോയാലും, ഏത് ഒറ്റപ്പെടലിന്റെ അകത്ത് പോയാലും നിന്നോട് കൂടെയുള്ളവേ, അവൻ നിന്നെ പുറത്ത് കൊണ്ട് വരിക തന്നെ ചെയ്യും. നീ തകർന്നു പോകത്തില്ല, നശിച്ച് പോകത്തില്ല, നീ ഇല്ലാതെയായി പോകത്തില്ല. ഏഴ് മടങ്ങ് കത്തിക്കുന്നവർ കത്തിക്കട്ടെ, അവർ വിറക് ചുമന്നത് വെറുതെയാവും. 7 മടങ്ങ് കത്തിക്കണമെങ്കിൽ 7 ടൈംസ് അത്തവരെ കത്തിച്ചുകൊണ്ടിരിക്കുന്ന വിറക് ചുമന്ന് കൊണ്ടോടെ ഇടണം. കുറെ ചുമട്ട് തൊഴിലാളികളുടെ അധ്വാനം വെറുതെയായി. പ്രൈസ് ദി ലോർഡ്. ചുമട്ട് തൊഴിലാളികളുടെ അധ്വാനം വെറുതെയായി. അതിൻ്റെ അകത്ത് നിന്ന് തൃത്വത്തിൽ മൂന്നാമനാകുന്ന പരിശുദ്ധാത്മാവിൻ്റെയും പുത്രൻ്റെയും പിതാവിൻ്റെയും സാന്നിധ്യം ആ പുത്രന്റെ രൂപത്തിൽ അവരോട് കൂടെ ഇറങ്ങി വന്ന് ആ 4-ാമൻ ദൈവപുത്രനോട് സമനാണെന്ന് ആ രാജ്യം വിളിച്ചു പറയുന്ന വിധത്തിൽ അസാധാരണമായ എൻകൗണ്ടറുകൾ സംഭവിച്ചു. ഇന്ന് രാത്രിയിൽ അങ്ങനെയുള്ള എൻകൗണ്ടറുകൾ നിന്നിൽ സംഭവിക്കും. തീച്ചൂളയുടെ അളവ് വർദ്ധിക്കട്ടെ. പുള്ളിക്കാരെ ഇനി ഒരു പ്രാവശ്യം കയറിയാൽ എന്താവും? ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. ഒരു അധ്യായം വായിക്കാൻ നമുക്ക് സമയമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ പറയണേ 7 മടങ്ങ് വർദ്ധിക്കട്ടെ. അതിനെ നിഷ്ഫലമാക്കുവാൻ കഴിയുന്ന അഭിഷക്തന്മാരെ, പഴയ നിയമ കാലഘട്ടത്തിലെ അഭിഷക്തന്മാർ കണക്കെ ദൈവത്തോട് കൂടെ ജീവിക്കുന്ന വിശുദ്ധന്മാരായ ഭക്തന്മാര് സ്വർഗം എഴുന്നേൽപ്പിക്കുന്ന ഒരു സീസൺ ആത്മീക ഗോളം കാണുവാൻ പോകുന്നു. പ്രവചിക്കുന്നു, നിന്റെ പ്രാർത്ഥന നിന്റെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ വെറുതെ ആകത്തില്ല.
അസാധാരണമായ ചലനങ്ങൾ നിന്റെ ഭവനത്തിന്റെ അകത്ത് ദൈവം തുറന്ന് തരുവാൻ പോകുകയാണ്. ഷഗദ റാംസിയാൻ തേനേസേകേലേബു. ഒരു വാക്കുകൂടെ ആ ഭാഗത്ത് നിന്ന് വായിച്ച 1-ാം അധ്യായം അതിന്റെ അവസാന ഭാഗം ഒന്നുകൂടെ വായിച്ച എനിക്ക് വേണ്ടി. 1-ന്റെ അവസാന ഭാഗം. പൈതൽ വളർന്ന് ആത്മാവിൽ ബലപ്പെട്ടു. അവൻ ഇസ്രായേലിനെ തന്നെത്താൻ കാണിക്കും നാൾ വരെ മരുഭൂമിയിൽ ആയിരുന്നു. Child grew and became strong in the spirit and was in the desert till the days of his manifestation to Israel. ഇവൻ എന്താകും എന്ന് പറയുന്നവരുടെ മുമ്പിൽ വേർഡ് പറയുന്നു, ചുറ്റുപാടുമുള്ള ജനം പറയുന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ എന്നെ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സമയമായിട്ടില്ല കേട്ടോ. നമ്മൾ ടൈപ്പ് ചെയ്ത, നമ്മൾ പറഞ്ഞ സമയം, നമ്മൾ അനൗൺസ് ചെയ്ത സമയമായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ ക്രിയ ചെയ്യും. നിങ്ങളത് വിശ്വസിച്ച് ഏറ്റെടുക്കാൻ തയ്യാറാകണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. The child grew in the spirit. പൈതൽ ആത്മാവിൽ ബലപ്പെട്ടു. He became strong in the spirit. Hallelujah. Child grew and became strong in the spirit. അപ്പൊ ഇവൻ എന്തായി തീരും എന്നുള്ള ഒത്തിരി പേരുടെ ചോദ്യങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുകയാണ്. ഇവൻ വളർന്നു. നിങ്ങളത് ആ സ്പിരിറ്റിൽ കേൾക്കുന്നില്ല, ഡിസ്റ്റർബ് ആകരുത്. റാംസസ് കേനിയ, നീ വളരത്തില്ലെന്നും നിന്റെ മിനിസ്ട്രി വളരത്തില്ലെന്നും നിന്റെ തലമുറ നന്നാവത്തില്ലെന്നും നിന്റെ ചർച്ച് വളരത്തില്ലെന്നും നിന്റെ ബിസിനസ് വളരത്തില്ലെന്നും ഒക്കെ പറഞ്ഞവരുടെ മുൻപിൽ അല്ലെങ്കിൽ ഈ വചനം ഞാൻ അങ്ങോട്ട് എടുത്തു വെക്കുകയാണ്. അത് വളർന്നു, ശുശ്രൂഷ വളർന്നു, പ്രാർത്ഥന വളർന്നു, സഭ വളർന്നു, നിന്റെ തലമുറ വളർന്നു, അവരുടെ വിദ്യാഭ്യാസം വളർന്നു. പ്രൈസ് ദി ലോർഡ്. ആര് പറഞ്ഞതാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ആഗ്രഹം? ചോദ്യങ്ങൾ ചോദിക്കുന്നവൻ അവന്റെ തൊണ്ട അടയുന്നത് വരെ ചോദിക്കും. പക്ഷേ നീ അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല. നീ പറയണം, ദൈവത്തിന്റെ വചനം പറയുന്നു ഞാൻ വളരുമെന്ന്. ഇന്ന് പകലിൽ ആരോടോ പരിശുദ്ധ ആത്മാവ് പ്രവചിക്കുന്നു, നീ വളരുവാൻ പോകുന്നു. നിന്റെ ശുശ്രൂഷ വളരുവാൻ പോകുന്നു. നിന്റെ പ്രാർത്ഥന വളരുവാൻ പോകുന്നു. നിന്റെ ബിസിനസ് വളരുവാൻ പോകുന്നു. നിന്റെ തലമുറയെ വളർത്തത്തില്ല എന്ന് പറയുന്ന ശത്രുവിന്റെ മുൻപിൽ രാജകീയമായി നിന്റെ തലമുറയെ വളർത്തുവാൻ സ്വർഗത്തിന് ശക്തിയുണ്ട്. റെസ്പോണ്ട് ചെയ്തേ, പ്രോപ്പറായിട്ട് ശക്തിയോടെ റെസ്പോണ്ട് ചെയ്തേ. കൊന്നുകളയും എന്ന് പറഞ്ഞ ജനത്തിന്റെ മുൻപിൽ രാജകീയമായി സ്വർഗം വളർത്തി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് കൂടെയുണ്ടോ? ഒരു കീ പോയിന്റിലേക്ക് നമ്മൾ പോകാൻ തുടങ്ങുന്നു. റാംസസ് കേനിയാൻ ടേന. അവൻ വളർന്നു ആത്മാവിൽ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ ചോദിക്കുന്നവരെ ഈ വചനം ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വളരും, ഞാൻ ആത്മാവിൽ ബലപ്പെടും. നിന്നെ
പേടിപ്പിക്കുന്ന ശത്രുവിനോട് നീ പറയണം, നിന്റെ അധരം തുറന്ന് നീ പറയണം, ഞാൻ വളരും, എൻ്റെ കുടുംബം വളരും, എൻ്റെ തലമുറ വളരും, എൻ്റെ ശുശ്രൂഷ വളരും, എൻ്റെ സഭ വളരും, ഓ എൻ്റെ ജീവിതം വളരും. ഹല്ലേലൂയ. നീ അത് പറയുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തോട് കളിക്കുവാൻ പിശാചിന് ഭയമായതുകൊണ്ട് അവൻ വചനം വരുമ്പോൾ അവൻ ഓടിപ്പോകും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കുന്നവരുടെ മുൻപിൽ പ്രൈസ് ദി ലോർഡ് ഒരു ഭയങ്കര വളർച്ച സംഭവിച്ചു. ഇന്ന് പകലിൽ ആരോടൊക്കെയോ ആത്മാവ് പ്രവചിക്കുന്നു, ഒരു ഭയങ്കര വളർച്ച നിങ്ങളുടെ മേൽ സംഭവിക്കുന്നു. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിയോ, കരങ്ങൾ അടിച്ചോ, കരങ്ങൾ അടിച്ചോ, അതിനെ സ്വീകരിച്ചാട്ടെ. ഒരു വലിയ വളർച്ച, ഒരു വലിയ വളർച്ച. നിന്നെ ബലഹീനമാക്കും എന്ന് പറഞ്ഞ, നിന്നെ ശക്തിഹീനമാക്കും എന്ന് പറഞ്ഞ, നിന്റെ ശക്തിയെ കെടുത്തി കളയും എന്ന് പറഞ്ഞവരുടെ മുൻപിൽ നീ ശക്തിയോടെ വളരുവോ? നീ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നീ ഇത് മോട്ടിവേറ്റ് ചെയ്ത് പറയണം. മോട്ടിവേഷൻ സ്പീക്കറുടെ എന്താ പറയുക, കമാൻഡ്സ് അല്ല, സ്റ്റേറ്റ്മെന്റ് അല്ല. ഞാൻ ദൈവ വചനമാണ് പറയുന്നത്. ഈ വചനം ഡിക്ലെയർ ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ദിവസം ഈ വചനം ഡിക്ലെയർ ചെയ്യണം. ഞാൻ അത്ഭുതങ്ങൾ കാണും, ഞാൻ അത്ഭുതങ്ങൾ കാണും, ഞാൻ അത്ഭുതങ്ങൾ കാണും, ഞാൻ അത്ഭുതങ്ങൾ കാണും, ഞാൻ അത്ഭുതങ്ങൾ കാണും. ബോയ്വാമിലായിരിക്കുമ്പോൾ, ഞാൻ ഹിമാചലായിരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു, എൻ്റെ ബലം നഷ്ടപ്പെട്ടു. എനിക്ക് കാല് താഴെ കുത്തുവാൻ പറ്റാത്ത വല്ലാത്തൊരു സ്ഥിതിയിലായി. കുറേ മാസങ്ങൾ ഞാനത് കൊണ്ടുപോയി. ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി, ബ്ലഡ് ചെക്ക് ചെയ്തു, വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തു. നോക്കുമ്പോൾ അതെനിക്കിവിടെ പറയാൻ പറ്റത്തില്ല. അക്കൗണ്ട് ആ മെഷർ എനിക്ക് പറയാൻ പറ്റത്തില്ല, അത്ര ലോ. ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ റിപ്പോർട്ട് കൊടുത്തപ്പോൾ ആ പുള്ളിക്കാരൻ എവിടെയും ചോദിച്ചു. പുള്ളിക്കാരൻ ദേ നിൽക്കണമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് വന്നത്? നടന്നു. പ്രൈസലോ. എനിക്ക് ഒരു മാസത്തെ ഭയങ്കര വിലപിടിപ്പുള്ള മരുന്നൊക്കെ എഴുതി തന്നു. ഞാൻ ഒരു മാസം കഴിച്ചു. അപ്പോൾ രണ്ടാമത്തെ മാസം കഴിച്ചപ്പോൾ അവിടെ കുറേ ഹൈ മൗണ്ടൻസൊക്കെ ഉള്ളത് നടക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് തോന്നി ഗൂഗിൾ ചെയ്ത് ഈ മരുന്നുകളിലെ ആഫ്റ്റർ എഫക്റ്റ് എന്തൊക്കെയാണെന്ന് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് പേടിയായി. ഞാൻ ഈ മരുന്നെല്ലാം എടുത്തു കളഞ്ഞു. പ്രൈസലോ. രണ്ടാമത്തെ മാസത്തെ മരുന്ന് മേടിച്ചു കൊണ്ടുവന്നിട്ടാണ് ഞാൻ എടുത്ത് കളഞ്ഞു കേട്ടോ. ആ പൈസയും കൂടെ പോയി. പ്രൈസലോ. എന്നിട്ട് ഞാനൊരു പേപ്പർ മുഴുവൻ വചനം എഴുതി, ഹീലിംഗ് വചനം എഴുതി. എന്നിട്ട് അത് ലാമിനേറ്റ് ചെയ്തു. എന്നിട്ട് ഞാനത് ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങി, അതിൻ്റെ മേൽ കിടക്കുവാൻ തുടങ്ങി. എല്ലാ ദിവസവും രാവിലെ ഞാൻ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഭയങ്കര ഫ്രീസിങ് കോൾഡ്. ഞാൻ പറയും, യേശുവിൻ്റെ നാമത്തിൽ മേഘം ഇപ്പോൾ സ്പ്ലിറ്റായിട്ട് നീതി സൂര്യൻ വരട്ടെ, സൺലൈറ്റ് എൻ്റെ മേൽ അടിക്കട്ടെ. ഞാൻ വിശ്വാസം പറഞ്ഞ് എത്രയോ പ്രാവശ്യം സംഭവിച്ചു. വിതിൻ 1 month, ഹല്ലേലൂയ, എൻ്റെ ശരീരത്തിൽ അസാധാരണമായ മാറ്റം, അസാധാരണമായ മാറ്റം ഹീലിംഗ് എൻ്റെ ശരീരത്തിൽ എക്സ്പീരിയൻസ് ചെയ്തു. അവിടെ ഞാൻ ഔട്ട്റീച്ചിന് ഞാൻ വെസ്റ്റ് ബംഗാളിൽ പോയപ്പോൾ ഈ ലാമിനേറ്റ് ചെയ്ത് ഞാൻ തന്നെയാണ് കേട്ടോ. സ്റ്റിക്കറൊക്കെ വാങ്ങി ഞാൻ തന്നെയാണ് ലാമിനേറ്റ് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടപ്പോൾ അവിടുത്തെ ചർച്ചിൽ പാസ്റ്റർമാർ ആൾക്കാർ, ഓ ഇതെന്താണ് ബ്രദർ, ഇതെല്ലാം വേർഡാണ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്ന എല്ലാ ദിവസവും. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുത്തിട്ട് എല്ലാവരും അത് കോപ്പി ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹല്ലേലൂയ, നിങ്ങളുടെ അകത്ത് ദൈവം നൽകി തന്നിരിക്കുന്ന വചനം നിങ്ങൾ ഡിക്ലെയർ ചെയ്താൽ നിങ്ങളുടെ ശരീരത്തിൽ ഉള്ള രോഗങ്ങൾ സൗഖ്യമാകുവാൻ തുടങ്ങും. നിങ്ങളുടെ മുൻപിൽ അടയപ്പെട്ട വാതിലുകൾ തുറന്നു വരുവാൻ തുടങ്ങും. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ പുറത്തു വിടത്തില്ലെന്ന് വിധി എഴുതിയ ശത്രുവിന്റെ മുൻപിൽ 1ാം കാവലും 2ാം കാവലും പട്ടണത്തിന്റെ ഗേറ്റും തനിയെ തുറക്കുവാൻ തുടങ്ങും.
നിങ്ങളുടെ വിശ്വാസത്തിന് അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിയും. പലപ്പോഴും നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകുന്ന പോലെ നമ്മളവിടെ ചെന്നിരിക്കും, അവരതൊക്കെ മേലൊക്കെ വെച്ച് തേച്ച് പൂശി രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമ്മളതിനെ സുന്ദരന്മാരായി സുന്ദരിമാരായി പുറത്തേക്ക് വിടും. നമ്മളിങ്ങനെ നൈസായിട്ടൊക്കെ ഒരു സ്നോറിങ് ഒക്കെ വിട്ട് വേറെ പണിയൊന്നുമില്ല, സുഖമായിട്ട് ഇരുന്ന് കൊടുത്താൽ മതി. അവർ ബ്ലീച്ചൊക്കെ ചെയ്ത് കറുപ്പൊക്കെ മാറ്റി എന്നാണ്. വേറെ നമുക്കതൊന്നും വയ്യ. നമുക്ക് വെറുതെ ദൈവസഭയ്ക്കകത്ത് ബ്യൂട്ടീഷ്യൻ പരിപാടികളില്ല. വെറുതെ വന്നിരിക്കണവരോട് നീ വേണോ ഈ വചനം നീ പ്രാപിച്ചേക്കണം. ഹല്ലേലൂയ. നാളെ അതിരാവിലെ പാളയത്തിന് പുറത്തു പോയിട്ട് മന്ന പറക്കി കൊണ്ടുവന്ന നിനക്ക് പകല് പുട്ടടിക്കാം, ഇല്ല എങ്കിൽ നീ പട്ടിണി കിടക്കും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ പരിശുദ്ധ ആത്മ പറയുന്നു, ഈ തുറന്നു വരുന്ന വചനം നീ വിശ്വാസത്തോടുകൂടെ പ്രാപിക്കുവാൻ, പിടിച്ചെടുക്കുവാൻ, അതിനെ റിസൈറ്റ് ചെയ്യുവാൻ, അതിനെ ഡിക്ലെയർ ചെയ്യുവാൻ തുടങ്ങിയാൽ അസാധാരണമായ അത്ഭുതങ്ങൾ നിന്നിൽ സംഭവിക്കും. വെറുതെ ഒന്നും കിട്ടത്തില്ല കേട്ടോ. വെറുതെ ഉള്ളത് എന്താണ്? സാൽവേഷൻ മാത്രം. ഫ്രീ ഫ്രീ. വിശ്വസിക്കുക, പ്രവൃത്തിയൊന്നും വേണ്ട, എടുക്കുക. നിന്റെ മേൽ അസാധാരണ ഒരു അഭിഷേകം നിന്റെ മേൽ ഒഴുകണമെങ്കിൽ നീ എന്ന പാത്രത്തെ സാങ്ക്ടിഫൈ ചെയ്യാൻ തയ്യാറാവണം. Hallelujah. God never pour his anointing unsanctified vessel. Hallelujah. പവിത്രമാക്കാത്ത പാത്രത്തിൽ ദൈവം തന്റെ അഭിഷേകത്തെ പകരുകയില്ല. ഞാൻ സൂമിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞു, യേശു ഗന്നസരത്ത് തടാകത്തിന്റെ അടുത്ത് വന്നപ്പോൾ 2 പടകിൽ മീൻ പിടിക്കാർ അവർ പുറത്ത് ഇറങ്ങി വല കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ വേദപണ്ഡിതനാകുന്ന ജോസിഫസിന്റെ ചരിത്രത്താളുകളിൽ എഴുതിയിരിക്കുന്നത് ഗന്നസരത്തിൽ അക്കാലഘട്ടത്തിൽ 3000-ഓളം പടകുകൾ ഉണ്ടായിരിക്കാം എന്നാണ് താൻ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത്. താൻ കുറച്ചും കൂടെ വിശ്വസനീയമായ ഒരു വേദപണ്ഡിതനായതുകൊണ്ട് ഞാനത് വിശ്വസിച്ച് ഞാൻ പറയുകയാണ്, 3000 പടകുകൾ അവിടെ ഉണ്ടായിരിക്കെ വൃത്തിയാക്കുന്ന, ശുദ്ധീകരിക്കുന്ന, വലയെ നന്നാക്കുന്ന പത്രോസിന്റെ പടകിന്, ശീമോന്റെ പടകിന് സ്വർഗം ലൊക്കേറ്റ് ചെയ്തു. Praise the Lord. Praise the Lord. ഇന്ന് പകലിൽ നിന്റെ പാത്രം എംപ്റ്റി ആയിരിക്കാം, പക്ഷെ ശുദ്ധീകരിക്കപ്പെട്ടതാണോ? There is hope. You going to experience mighty power on your vessel. Labrohosianda laga. Lambroskeni tai borona. Prozagina albrozal grosianda. ദൈവ ജനമേ, പ്രാർത്ഥനയ്ക്കായി മുഴങ്കാൽ മടക്കിക്കോ. അസാധാരണമായ ദൈവ ശക്തിയുടെ ഒരു കാലഘട്ടം ദൈവം തുറക്കുവാൻ പോകുന്നു. Praise the Lord. Praise the Lord. Hallelujah. എത്ര പേർ എന്നോട് കൂടെ ചേർന്ന് നിൽക്കുവാൻ തയ്യാറാണ്? പ്രൈസ് ദി ലോർഡ്. പട്ടണത്തിൽ കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്നത് അസാധാരണമായ ഒരു ഇറയെ ഞാൻ തുറക്കുവാൻ പോകുകയാണെന്ന്. ഒരു വേർഡ് കൂടെ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ. അവൻ തന്നെത്താൻ കാണിക്കുന്നത് വരെ മരുഭൂമിയിൽ ആയിരുന്നു. ജോൺ ബാപ്റ്റിസ്റ്റിന്റെ മേല്, യോഹന്നാൻ സ്നാപകന്റെ മേലുള്ള കോള് മരുഭൂമിയുടെ കോളാണ്. നീ മരുഭൂമി സമാനമായ പ്രശ്നത്തിലാണ് എന്നുള്ളത് കൊണ്ട് നിന്റെ കാര്യം പോക്കാണ് എന്നുള്ളത് നീ ചിന്തിക്കരുത്.
ഇവൻ മരുഭൂമിയിലായിരുന്നു. നിന്നെ ദൈവം മരുഭൂമി സമാനമായ അന്തരീക്ഷം സാഹചര്യത്തിലൂടെ കടത്തിവിടുവാൻ അനുവദിക്കുന്നുണ്ട് എങ്കിൽ ഈ മരുഭൂമിയിൽ നീ അസാധാരണമായ ദൈവപ്രവർത്തിയെ ചെയ്തു തുടങ്ങുവാൻ പോവുകയാണ്. മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹൂദ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്. പിന്നെ ആ 1-2 ഭാഗങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞ് പറയും, യഹൂദ മലനാട്ടിലെങ്ങും യോർദാന്റെ ഇരുകരയിൽ നിന്നും ജനം മരുഭൂമിയിൽ വന്നു. അഭിഷേകമുള്ളവൻ മരുഭൂമിയുടെ അകത്ത് റിവൈവലിനെ സൃഷ്ടിക്കുവാൻ കഴിയുന്നവനാണ്. യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിലാണെങ്കിലും അവന്റെ സാന്നിധ്യം കൊണ്ട്, അവന്റെ പ്രാർത്ഥന കൊണ്ട് ആ മരുഭൂമി ഒരു റിവൈവൽ പോയിന്റ് ആയി തീർന്നു. ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്നു, മരുഭൂമി എന്ന് പറഞ്ഞ് സമയം കളയരുത്. നിന്റെ മരുഭൂമി ഒരു റിവൈവൽ പോയിന്റ് ആയി തീരുവാൻ പോവുകയാണ്. ഒരു റിവൈവൽ പ്ലേസ് ആയി തീരുവാൻ പോവുകയാണ്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, മരുഭൂമി സമാനമായി വേദനകൾ അനുഭവിക്കുന്നവരെ, എന്റെ ശബ്ദം കേൾക്കുന്നവരെ, നിന്റെ മരുഭൂമിയെ നീ ഒരു റിവൈവൽ പ്ലേസ് ആക്കുവാൻ പോവുകയാണ്. ചിലരുടെ മേലുള്ള അഭിഷേകം ഇവരെ മരുഭൂമിയിലേക്ക് അയക്കും. യോഹന്നാന്റെ മേലുള്ള അഭിഷേകം ഇവർ മരുഭൂമിയിലേക്ക്, കാരണം ഇവന്റെ മേൽ ഏലിയാവിന്റെ ആത്മാവോടും ശക്തിയോടും കൂടെ. അപ്പൊ ഇവന്റെ മേലുള്ള ആത്മാവും ശക്തിയും ദൈവാത്മാവാണ് കേട്ടോ. എങ്കിലും ഇവന്റെ മേലുള്ള പകർച്ച, മാനിഫെസ്റ്റേഷൻ, അത് ഏലിയാവിന്റെ മേൽ പകർന്നതാ. ഏലിയാവിനെ നോക്കിയാൽ മരുഭൂമിയിലെ കാണത്തുള്ളൂ, യോർദാന്റെ മരുഭൂമിയിലെ കാണുള്ളൂ. ആ മരുഭൂമിയിൽ നിന്നാണ് അവൻ അഗ്നിരഥങ്ങളിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ആ ആത്മാവുള്ള യോഹന്നാൻ മരുഭൂമിയുമായി കണക്ട് ചെയ്തത്, മരുഭൂമിയിൽ നിന്ന് പുറത്തു വന്നത്. കാരണം ഇവന്റെ മേലുള്ള അഭിഷേകം മരുഭൂമിയെ മാറ്റുന്ന അഭിഷേകമാണ്. നിന്റെ മേലുള്ള അഭിഷേകം, നിന്റെ മേൽ പകർന്നത് മരുഭൂമിയെ മാറ്റുന്ന അഭിഷേകം. ഏലിയാവ് അവസാനിപ്പിച്ച മരുഭൂമിയിൽ നിന്ന് യോഹന്നാൻ സ്നാപകൻ ആരംഭിച്ചു. അതുകൊണ്ട് മരുഭൂമി വിട്ട് ഏലിയാവിന് ഒരു പണി ഇല്ല. അപ്പം മരുഭൂമി അടിക്കടി വരുമ്പോൾ നീ ആലോചിച്ചോ, നിന്റെ മേലുള്ള അഭിഷേകം അസാധാരണമായതാണ്, അസാധാരണമായതാണ്. നിന്റെ മേൽ ദൈവം പകരുന്ന അഭിഷേകം അസാധാരണമായതാണ്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവേ എന്തുകൊണ്ടാണ് I am only facing always this kind of painful valley, desert place, മരുഭൂമി. കർത്താവിനോട് പറഞ്ഞു, നിന്റെ മേലുള്ള അഭിഷേകം മരുഭൂമിയിൽ നിന്ന് തുടങ്ങേണ്ടതാണ്. മരുഭൂമിയിൽ തുടങ്ങിയാൽ രാജാവിന്റെ കൊട്ടാരത്തിൽ നീ തല കുനിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. മരുഭൂമിയിൽ തുടങ്ങി നമ്മൾ പറയത്തില്ലേ, തീയിൽ കുരുത്തത് വെയിലത്ത് വാടത്തില്ല. ഇന്ന് പകലിൽ ആത്മാവ് ആരോടോ പറയുന്നു, പ്രവാചകനെ, പ്രവാചകിയെ, ദൈവജനമേ, നിന്നെ മരുഭൂമിയിൽ ആക്കിയത് നിന്റെ മേൽ അസാധാരണമായ മരുഭൂമിയെ ബ്രേക്ക് ചെയ്യുവാൻ കഴിയുന്ന അഭിഷേകം ദൈവം പകർന്നത് കൊണ്ടാണ്. എത്ര പേർ വിശ്വസിക്കുന്നു? കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ. അവിടെ പറയുന്നത് ഈ പുള്ളി ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പ് നോക്കുമ്പോ പുള്ളിയുടെ ഡ്രസ് കോഡൊക്കെ വേറെയാ. അന്നത്തെ കാലത്ത് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമൊന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ അവന്മാര് പപ്പട പരിവാക്കിയായിരുന്നു നമ്മുടെ ഭാഷയിൽ പറഞ്ഞു. അവൻ്റെ ഒരു താടി കണ്ടില്ലേ,
അവൻ്റെ ഒരു ഷർട്ട് കണ്ടില്ലേ, അവൻ്റെ ഒരു ടൈ കണ്ടില്ലേ, എന്നൊക്കെ പറഞ്ഞ ഒട്ടക രോമം കൊണ്ടുള്ള ഉടുപ്പും തോൽവാറും ബെൽറ്റൊക്കെ ധരിച്ച് അങ്ങനെ നോക്കുമ്പോൾ അവൻ്റെ അപ്പൻ പുരോഹിതൻ നല്ല പാരമ്പര്യ ഡ്രസ് കോഡൊക്കെ ഇട്ടിട്ട് നല്ല പാട്ടൊക്കെ പാടി നടന്ന പുള്ളിയാണ്. ഈ പുള്ളിക്ക് ആത്മാവ് കയറിയപ്പോ ബലം പ്രാപിച്ചപ്പോ പുള്ളിയുടെ ഡ്രസ് കോഡൊക്കെ ചേഞ്ച് ആയി. സോറി, പ്രൈസ് ജീസസ്. പ്രൈസോ. നീ ഡ്രസ് കോഡും താടിയുടെ ലെങ്ത് നോക്കിയിരിക്കും, ഞാൻ അഭിഷേകത്തിൽ മൂവ് ചെയ്യും. ഞാൻ മരുഭൂമിയെ പുറത്ത് റിവൈവൽ പ്ലേസ് ആക്കി പുറത്തു കൊണ്ടുവരും. നീ സ്കെയിലും പിടിച്ച് ഓരോ മീറ്റിങ്ങിലും എത്ര അളവ് കയറിയിട്ടുണ്ട്, പുള്ളി എത്ര പ്രാവശ്യം താടി തടവി എന്നൊക്കെ പറഞ്ഞും എഴുതിയും ഇരുന്നോ. എൻ്റെ മേലുള്ള അഭിഷേകമാണ് ഇതൊക്കെ പറയിക്കുന്നത്. ഇല്ലെങ്കിൽ ഒരു വീട്ടു പ്രാർത്ഥന വിളിച്ചു കൂട്ടി നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് നിങ്ങളെ വിടാം. എൻ്റെ മേലുള്ള അഭിഷേകം പട്ടണങ്ങളെ മറിക്കുവാൻ, രാജ്യങ്ങളെ മറിക്കുവാൻ ദൈവം പകർന്നാണ്. അതുകൊണ്ടാണ് എന്നെ സ്വർഗം മരുഭൂമിയിലേക്ക് അയച്ചത്. അതുകൊണ്ടാണ് എൻ്റെ ഡ്രസ് കോഡിനെ ചേഞ്ച് ചെയ്തത്. അതുകൊണ്ടാണ് എൻ്റെ ഭക്ഷണത്തെ ചേഞ്ച് ചെയ്തത്. ഉള്ള ഭക്ഷണമൊക്കെ പറഞ്ഞാൽ വെട്ടുകിളിയും കാട്ടുതേനും. വെട്ടുകിളി എന്നൊക്കെ പറയുമ്പോൾ നമ്മളേക്കും രാത്രി വെട്ടി പോണ സംഭവമാണെന്നൊക്കെ വിചാരിക്കും. എനിക്കറിയത്തില്ല, ഏതോ ഒരു സസ്യമാണെന്നൊക്കെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ സൂമിൽ പറഞ്ഞു പ്രാകാഷ്ടം എന്നതിനെ കുറിച്ച് സൂമിൽ പറഞ്ഞു. അതെല്ലാം ഒരു സസ്യം, ചില ഉള്ളി പോലെയുള്ള ചില കിഴങ്ങുകളാണ് എന്നൊക്കെയാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. നമുക്കത് വിശ്വസിക്കാം. ഉള്ളി അല്ലല്ലോ പ്രശ്നം, പ്രാകാഷ്ടം അല്ലല്ലോ പ്രശ്നം ഇവിടെ. പ്രൈസലോ. അങ്ങനെ പ്രശ്നമുള്ളവർ അതും കൊണ്ടിരിക്കട്ടെ. നമുക്ക് ദൈവത്തിന്റെ അഭിഷേകം മരുഭൂമിയെ മാറ്റുവാൻ തക്കവണ്ണം നമ്മുടെ മേൽ ദൈവം പകർന്നതിനെ ഉപയോഗിക്കോ. അപ്പൊ പുള്ളി അതുവരെയുള്ള ആ ഒരു സ്റ്റാൻഡേർഡിനൊക്കെ പൊളിച്ച്, അത്രയും കാലമുള്ള ഡ്രസ് കോഡിനൊക്കെ പൊളിച്ച് വേറൊരു സിസ്റ്റത്തിലേക്ക് അങ്ങോട്ട് പോയി. പ്രൈസലോ. ഞാൻ പൊളിക്കാനും തകർക്കാനൊന്നും വരുന്നില്ല കേട്ടോ. ഞാൻ വേറെ സിസ്റ്റത്തിലേക്കൊന്നും വരുന്നില്ല. പക്ഷെ പരിശുദ്ധാത്മാവിനോട് കൂടെ ചലിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ പട്ടണത്തിൽ എന്നോട് കൂടെ ചലിപ്പാൻ ആഗ്രഹിക്കുന്നു? അങ്ങനെയുള്ളവർ ദൈവത്തിന്റെ മുമ്പാകെ എഴുന്നേറ്റ് വന്നാട്ടെ. എല്ലാവരും എഴുന്നേറ്റ് വന്നാട്ടെ. ഇതൊരു പീക്ക് ടൈമാണ് കേട്ടോ. ഒരു ഭയങ്കര ആത്മപകർച്ച, ഒരു ദൈവിക വിടുതൽ, സൗഖ്യങ്ങൾ വേണ്ടവരുടെ മേൽ സൗഖ്യങ്ങൾ നടക്കുന്ന ഒരു സമയം, ദൈവിക ശബ്ദം വേണ്ടവരുടെ മേൽ ദൈവിക ശബ്ദങ്ങൾ നടക്കുന്ന സമയം. Hallelujah, 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 hallelujah. ജനമൊരുമിച്ച് ചേർന്ന് ഹല്ലേലൂയ, hallelujah, 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 hallelujah. Oh, hallelujah, hallelujah, hallelujah. ദൈവ സാന്നിധ്യം നിങ്ങളുടെ മേൽ പകരപ്പെടട്ടെ. അവൻ ആത്മാവിൽ ഫലപ്പെട്ടു. ജനത്തിന് ആത്മാവിൽ, പ്രവചനാത്മാവിൽ Hallelujah.
ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് എന്നോട് പറയുന്നു, കർത്താവ് എനിക്ക് ഒരു പ്രവചന ശബ്ദം കേൾപ്പിക്കുന്നു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ആരുടെയോ ചില 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 പ്രഷ്യസ് ആയിട്ടുള്ള വിലപിടിപ്പുള്ള ചിലത് നഷ്ടപ്പെട്ടു പോയത്. എനിക്ക് ഈ ഗോൾഡ് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ കർത്താവിനെ കാണിക്കുകയാണ്. ഇത് നഷ്ടപ്പെട്ടു പോയി, ലോസായി. ഇത് കയ്യിൽ നിന്ന് ലോസാവില്ലേ, വീണ് പോവുക, നഷ്ടപ്പെട്ടു പോകുന്ന പോലത്തെ കാര്യങ്ങൾ കർത്താവിനോട് പറയുന്നു. അത് മടക്കി കിട്ടുവാൻ പോകുന്നു. അങ്ങനെ ആരെങ്കിലും ഇതിൻ്റെ അകത്തുണ്ടോ? നിങ്ങളുണ്ട്. കർത്താവിനോട് പറയുന്നു, തിരിച്ചു ലഭിക്കും. വിശ്വസിക്കാൻ കഴിയുമോ? തിരിച്ചു ലഭിക്കും. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നഷ്ടപ്പെട്ടു പോയ ആ ഇരുമ്പ് മഴു പ്രവാചകൻ ഒരു കമ്പ് വെട്ടി വെള്ളത്തിലിട്ടപ്പോൾ അത് തനിയെ ഉയർന്നു വന്നു. നീ കൈ നീട്ടി അതിനെ എടുത്തോളുക. പരിശുദ്ധ ആത്മാവ് പറയുന്നു, അത് തിരികെ ലഭിക്കുവാൻ പോകുന്നു. ഞാൻ എന്തോ തോന്നലുകളല്ല ഇതിനകത്ത് വിളിച്ചു പറയുന്നത്. അത് സംഭവിക്കും. അത് സംഭവിക്കും. അസാധാരണ കാര്യങ്ങൾ സംഭവിക്കുന്നത് ശുശ്രൂഷയിൽ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നഷ്ടങ്ങൾ സംഭവിച്ച സർട്ടിഫിക്കറ്റുകൾ, ആധാരത്തിന്റെ ചില പോർഷനുകൾ നഷ്ടപ്പെട്ടവർ, എന്റെ ശബ്ദം ഓൺലൈൻ ഇപ്പോഴോ മറ്റെപ്പോഴെങ്കിലും കേൾക്കുന്നവർ, പരിശുദ്ധ ആത്മാവ് പറയുന്നു, നിങ്ങൾക്കത് തിരികെ ലഭിക്കാൻ പോകുന്നു. അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ കമാൻഡ് ചെയ്യുക, ഞങ്ങളുടെ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക. പരിശുദ്ധ ആത്മാവ് അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകുന്നു. കഴിഞ്ഞ മീറ്റിംഗിൽ ഞാൻ ഇവിടെ ഇതിന്റെ അകത്ത് നിന്നുകൊണ്ട് കുവൈറ്റിൽ ചില വ്യക്തികളെ കുറിച്ച് ആലോചന പറഞ്ഞു. പിറ്റേ ദിവസം കുവൈറ്റിൽ നിന്ന് കോൾ എനിക്ക് വന്നു. അല്ല, ഞാൻ ആ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇന്ന് പകലിൽ ആത്മാവ് പറയുന്നു, ചില നഷ്ടങ്ങൾ. ഒരു രവി എന്നൊരു പേര്, ദാസ് എന്നൊരു പേര്, ഈ പേരുകൾ കർത്താവിനെ കാണിക്കുന്നു. ഒരു ഭയങ്കര പ്രശ്നം അവരുടെ കുടുംബത്തിൽ അവരുടെ മേൽ സംഭവിക്കുന്നു. ഞാനിത് പറയുമ്പോൾ പരിശുദ്ധാത്മ പറയുന്നു, ഒരു ഭയങ്കര പ്രശ്നം നിന്റെ ഭവനത്തിന്റെ അകത്ത് സംഭവിക്കാൻ പോകുന്നു. നിന്റെ ഹസ്ബൻഡിന്റെ മേൽ ദൈവത്തിന്റെ ശക്തി അടിക്കും. തലമുറയുടെ മേൽ ദൈവത്തിന്റെ ശക്തി അടിക്കും. എഴുതി തള്ളിക്കളഞ്ഞ ചിലത് ഇത് പുറത്ത് തെളിവാൻ വരുന്നു എന്ന് ആത്മാവ് പ്രവചിക്കുന്നു. ഈ ഒക്ടോബർ റിലേറ്റഡ് ആയി ഒരു ഷിഫ്റ്റ് നിന്റെ തലമുറയുടെ മേൽ സംഭവിക്കും. ജനം പ്രാർത്ഥിക്കട്ടെ. എന്നെ കർത്താവ് കാണിക്കുന്നത് ചില വഴികൾ ഇല്ലാത്ത ചില ഭവനങ്ങൾ, വഴികൾ രൂപപ്പെട്ടു വരുന്ന കർത്താവിനെ കാണിക്കുന്നു. MAL എന്ന് പറയുന്ന ലെറ്റർ ഒരു ലോക്കൽ പ്ലേസിനെ കർത്താവ് എന്നെ കാണിക്കുന്നു. എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്ലേസുമായി റിലേറ്റഡ് ആയ ലോക്കൽ പ്ലേസുമായി റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നുവെങ്കിൽ വഴികൾ അപ്പിയർ ആകാൻ പോകുന്നു. നിന്റെ സ്ഥലത്തിന്റെ മേൽ ഒരു ഭയങ്കര മതിപ്പ് ഉണ്ടാകുവാൻ പോകുന്നു. ഇതൊന്നും പാസ് ചെയ്തൊക്കെ പ്രവചനമാണ്. ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന, ഇങ്ങനെ കണ്ണുനീരൊഴുക്കുന്ന, ഇങ്ങനെ പ്രശ്നത്തിൽ കിടക്കുന്ന ഒത്തിരി പേരെ എനിക്കറിയാം.
ആ അറിവിൽ നിന്നല്ല പറയുന്നത്. എൻ്റെ അകത്ത് പരിശുദ്ധ ആത്മാവ് തുറന്നുകൊണ്ടാണ് പറയുന്നത്. ചിലരുടെ പാവനത്തിന്റെ മുൻപിലുള്ള വഴികൾ ഇപ്പോൾ ഇതാ ഒരുങ്ങി വരുന്നു. അവൻ ഓ ഓ ഓ അവൻ 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 റെഡ് സീയെ, ചെങ്കടലിനെ വിഭജിച്ച് അതിന്റെ അകത്ത് വഴിയെ തുറന്നു കൊടുത്തവനാണ് അവൻ. യെരിഹോ മതിലിന്റെ ശക്തിയെ ഉടച്ചു കളഞ്ഞ് അതിന്റെ അകത്ത് വഴിയെ തുറന്നു കൊടുത്തവനാണ്. വഴിയൊരുങ്ങുന്നു. അഭിഷേകത്തിലെ നവംബർ മാസം നിന്റെ തലമുറയ്ക്ക് വേണ്ടി ദൈവം ചലനങ്ങൾ സൃഷ്ടിക്കുന്ന മാസമായിരിക്കും. മേലൊരു ഷിഫ്റ്റ് സംഭവിക്കും. നീ പ്രാർത്ഥിച്ചോ. പ്രതീക്ഷിക്കാത്തൊരു ഗ്രേറ്റ് ഡോർ ഓപ്പൺ ആകുന്ന ആത്മാവിനെ കാണിക്കുന്നു. ആത്മാവിനെ കാണിക്കുന്നു. നീ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ലെവലിലേക്ക് അഭിഷേക്തൻ മൂവ് ചെയ്യും. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സെപ്റ്റംബർ, അഭിഷേക്തനെ സെപ്റ്റംബർ നിന്നോട് റിലേറ്റഡ് ആയിട്ടുള്ള ചില വിഷയങ്ങളെ സെറ്റിൽ ചെയ്ത് കർത്താവ് തരും. നീ പ്രാർത്ഥിച്ചിരിക്കുന്ന വിഷയം സെപ്റ്റംബർ അത് വിട്ടുമാറി പോകത്തില്ല. സെറ്റിൽമെന്റുകൾ വരുന്നു. രോഗികൾ നിങ്ങളായിരിക്കുന്ന ഇടത്ത് തന്നെ നിന്നുകൊണ്ട് രോഗമുള്ള ഭാഗങ്ങളിൽ നിങ്ങളുടെ കരങ്ങൾ വെക്കുക വിശ്വാസത്തോടുകൂടെ. എവിടെയാണ് രോഗങ്ങൾ? തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി പേഴ്സണലായി മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ ഞാൻ കോമണായി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ എൻ്റെ മേലൊരു സൗഖ്യം ആവശ്യമാണ് എന്ന് ആഗ്രഹിക്കുന്നവർ, കൃത്യമായി ആഗ്രഹിക്കുന്നവർ മുന്നോട്ട് കയറി വന്നാട്ടെ. വിശ്വാസത്താൽ കർത്താവ് മൂവ് ചെയ്യും. വിശ്വാസത്തോടുകൂടെ നിങ്ങളുടെ കാലുകൾ വെച്ചാട്ടെ. നിങ്ങളുടെ കണ്ണുകൾ എല്ലാവരും അടച്ചാട്ടെ. ആരും ചുറ്റുവട്ടം നോക്കരുത്. ഒരു പ്രാർത്ഥന ആവശ്യമാണ്. ഒരു ഹീലിംഗ് നിങ്ങളുടെ മേൽ, ഒരു ഹീലിംഗ് നിങ്ങളുടെ മേൽ. ഈ അഭിഷേകം തുറന്നു നിൽക്കുമ്പോഴാണ് നിങ്ങൾ അതിനോട് റെസ്പോണ്ട് ചെയ്യേണ്ടത്. അത് കഴിയുമ്പോഴല്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് healing angels already he present is here. വിശ്വസിക്കുന്നവർ ഭയങ്കര ഹീലിംഗ് നടക്കുവാൻ പോകും. ഈ വാൽവ് സംബന്ധമായി ഇനി മിറക്കിൾസ് സംഭവിക്കാൻ പോവുകയാണ് കേട്ടോ. ഓ ജീസസ്, എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളൊന്ന് ഫ്രണ്ടിലോട്ട് കയറി നിന്നാട്ടെ. കർത്താവിന്റെ സാന്നിധ്യം അകത്തുണ്ട്. മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. കർത്താവ് സൗഖ്യമാക്കുവാൻ പോകുന്നു. ഓ, നിങ്ങൾക്ക് എങ്ങനെ കർത്താവിനെ വിളിക്കുവാൻ കഴിയുന്നുവോ അങ്ങനെ കർത്താവിനെ ഒന്ന് വിളിച്ചാട്ടെ. നിങ്ങളായിരിക്കുന്ന ഇടത്തിരുന്നു കൊണ്ട് കർത്താവിനെ വിളിച്ചാട്ടെ. ഓൺലൈൻ കാണുന്നവർ, നിങ്ങൾ രോഗികളായിരിക്കാം, ഒരു പ്രത്യേക രീതിയിൽ കടന്നു പോകുന്ന വ്യക്തികളായിരിക്കാം. കർത്താവ് അവരെ സൗഖ്യമാക്കുവാൻ പോകുന്നു. ഒരു പേര് സ്മിത എന്ന് കർത്താവ് എന്നെ കാണിക്കുന്നു. ഈ വയറിന്റെ ഇടതുഭാഗത്തോട് ബന്ധപ്പെട്ട് ഒരു ഭയങ്കര മുഴയാൽ ആ വ്യക്തി ഭാരപ്പെടുന്നു. ഈ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ റെസ്പോണ്ട് ചെയ്യുക. കർത്താവ് സൗഖ്യമാക്കുവാൻ പോകുന്നു. ഇതിൻ്റെ അകത്ത് അങ്ങനെയുള്ള വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ അമ്മുഴകളുടെ മേൽ, ഓവർ ഗ്രോത്തിന്റെ മേൽ വെക്കുക. അത് ഡിസപ്പിയർ ആകുവാൻ പോകുന്നു.
ഞാനല്ല സൗഖ്യമാക്കുന്നത്, ദൈവത്തിന്റെ വചനവും ശക്തിയും അവന്റെ നാമവുമാണ്. ഓ ഹാലേ ഹാലേ ഓ ജീസസ്. പ്രാർത്ഥിച്ചാട്ടെ, പ്രാർത്ഥിച്ചാട്ടെ. എങ്ങനെ കർത്താവിനെ വിളിക്കുവാൻ കഴിയുമോ അങ്ങനെ വിളിച്ചാട്ടെ, അങ്ങനെ വിളിച്ചാട്ടെ, അങ്ങനെ വിളിച്ചാട്ടെ, അങ്ങനെ വിളിച്ചാട്ടെ. പ്രാർത്ഥിക്കാൻ കഴിയുന്നവരെല്ലാം വിളിച്ചാട്ടെ. കർത്താവിന്റെ സാന്നിധ്യം അവർ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അസാധാരണമായ സൗഖ്യങ്ങൾ കർത്താവെ സൗഖ്യമാക്കുവാൻ അങ്ങയുടെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ദൈവിക വിടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? നിങ്ങൾ എവിടെയാകട്ടെ, ശബ്ദം എവിടെയിരുന്ന് ശ്രദ്ധിക്കുന്നുവോ, ഒരു ഭയങ്കര വിടുതൽ സംഭവിക്കുവാൻ, വിടുതലുകൾ സംഭവിക്കുവാൻ പോകുന്നു. Every spirit of sickness, you spirit, out, out, be healed. Every back pain, every back pain, every bone related sickness, you spirit, out, 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 be healed. സകല രോഗാത്മ ഈ ശരീരം വിട്ട് ഇപ്പോൾ തന്നെ ഒഴിഞ്ഞു മാറട്ടെ. ഫയർ, 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 fire. Every spirit of sickness, out, be healed. Every spirit of sickness, you spirit, out, 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 be healed, be healed. Every spirit of sickness, every demon, you spirit, out, out, you spirit of sickness, out, 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 you spirit of sickness, demon, out, 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 Jesus, in Jesus' name. Every diabetes spirit, out, be healed in the name of Jesus, be healed in the name of Jesus, be healed in the name of Jesus. എല്ലാ ജനം കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഈ മിനിസ്ട്രിയിൽ വിതയ്ക്കാനുള്ള ഒരു സമയമാണ്. ദൈവം നിങ്ങൾക്ക് തന്ന നന്മകളെ നിങ്ങൾക്ക് നന്മകളെ കരങ്ങളിൽ എടുത്തു പിടിക്കാം.
നന്മകളെ കരങ്ങളിൽ എടുത്തു പിടിക്കാം. എന്നിട്ടത് ഞാൻ ബ്ലസ് ചെയ്യാൻ പോകുന്നു. നിങ്ങളുടെ സാമ്പത്തിക മണ്ഡലത്തിൽ അസാധാരണമായ ഉറവകൾ തുറക്കട്ടെ. ഇൻ ജീസസ്. പാസ് ചെയ്താട്ടെ, പെട്ടെന്ന് പാസ് ചെയ്യട്ടെ, സമയം പെട്ടെന്ന് പാസ് ചെയ്താട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവരെ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന ഈ നന്മകളുടെ മേൽ അസാധാരണമായ ബ്രേക്ക് ത്രൂ സംഭവിക്കട്ടെ. I speak multiplication, multiply in the name of Jesus Christ. Growth in the name of Jesus Christ. Financial breakthrough in the name of Jesus Christ. ഇവർ വിതയ്ക്കുന്ന വിത്തുകൾ അസാധാരണമായ നിലവാരത്തിൽ മുളച്ചു വരട്ടെ. ലീഗോസ് മേനിയ റാന്ധേരേരേബോ ശാന്ധേരേ ജനം ഒരു പ്രാവശ്യം കൂടെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ. കർത്താവേ, ഈ ജനത്തെ ഇപ്പോൾ ബ്ലസ് ചെയ്യുന്നു. ഒരു ഭയങ്കര ചലനങ്ങൾ ഈ മീറ്റിംഗ് മുഖാന്തരം ഇവരുടെ ആത്മീയ ജീവിതത്തിൽ സംഭവിക്കട്ടെ. തുറക്കാത്ത വാതിലുകൾ തുറന്നു വരട്ടെ. അടയപ്പെട്ട വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ തുറന്നു വരട്ടെ. ജനത്തിന്റെ മേൽ തുറന്നു വരട്ടെ. ഇവരുടെ ഞെരുക്കങ്ങൾ മാറട്ടെ. ഇവരുടെ തലമുറയുടെ വിഷയങ്ങൾ സെറ്റിൽ ചെയ്യപ്പെടട്ടെ. അത്ഭുതങ്ങൾ ഇവരുടെ ഭവനത്തിൽ തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. രോഗികൾ സൗഖ്യമാകട്ടെ. വേദനകൾ അപ്രത്യക്ഷമാകട്ടെ. ഇപ്പോൾ ഒരു പ്രാവശ്യം രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ബ്ലസ് ചെയ്യുന്നു. ഇൻ ജീസസ് നെയിം ആമേൻ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ.